ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നോക്കൂ, ഓവർവാച്ചില്ല സംസ്കാരം രാത്രിയാണ്. കൃത്യം 9:21 ഞങ്ങൾ അങ്ങനെ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ വീട് വരെ വണ്ടി ഓടിക്കുക. അത്യാവശ്യം ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ ആ റൂട്ട് തന്നെയല്ലേ ഇരിഞ്ഞാലക്കുട നേരെ പോകുന്നത്. അവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്താൻ പോകുന്നത് നേരെ ഇരിക്കുന്നത് എവിടെയായിരുന്നു? ചാവക്കാട്. നേരെ കോഴിക്കോട് കഴിഞ്ഞിറങ്ങും. അങ്ങനെയാണ് പരിപാടി. അതേ സമയത്ത് ഇതെല്ലാം നോക്കണം. മിക്കവാറും ഒരു വയസ്സ് കൂടെ കഴിഞ്ഞാൽ ഫോൺ എടുത്തിറങ്ങും. കുഞ്ഞിപ്പണി എടുത്തോ? അതായത് ഇന്നെന്തോ ഭാഗ്യത്തിന് ഒരു അത്തപ്പൂക്കളം തകർക്കടാ. എന്റെ ശിഷ്യനാക്കി ഞാനിങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുക, തകർക്കാൻ വേണ്ടി മൊത്തം. ഉറങ്ങി കേട്ടോ കുഞ്ഞിപ്പണ്ണ, ഉറങ്ങുവാനോ? ഇവനെല്ലാം ഉറക്കാൻ സമ്മതിക്കില്ല കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ പോവാണ്. താല്പര്യമില്ല. ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് പോവാണ്. വണ്ടി ഇവിടെ പിന്നെ പള്ളിയിലാണ് കിടക്കുന്നത്. പള്ളിയിൽ നിന്ന് എടുക്കുന്നു, നേരെ പോകുന്നു. എടി പോവാണ്. നീ ഇറക്കിയ സാധനം എല്ലാം കയറ്റിയോ? ആ ബാഗോ എന്തോ ചാർജറൊക്കെ എടുക്കുന്നുണ്ട്, അതെല്ലാം എടുത്തു വെച്ചു. പ്രതീക്ഷയുടെ കയ്യിലൊന്നും തന്നായിരുന്നല്ലോ. ഇനി ഈ കാറിൽ നിന്ന് സാധനങ്ങൾ പോകാൻ നോക്കിയാൽ മതി. പ്രതീക്ഷയുടെ പേടിക്കണം. നാളെ നമ്മുടെ അടുത്തോട്ട് വരുമല്ലേ, ഞങ്ങൾ ഫ്രണ്ട്സ് അത് പിന്നെ പരീക്ഷ, അതുകൊണ്ട് ഇത് നിതേച്ച് കാണുകയും ചെയ്യും. ഒരു കുടുംബക്കൊലം കൊണ്ടാണ് ആദ്യം കാണും. ഞാൻ പോവാണേ. ഈ കല്യാണം കഴിഞ്ഞ് പെങ്കോന്തരാന്നൊക്കെ പറയുന്നത് പ്രതീക്ഷയുടെ മണ്ണില്ലേ പെങ്കോന്തം തന്നെ. ഈ വീഡിയോ ഇറങ്ങുന്ന അന്ന് പ്രതീക്ഷയുടെ അതല്ല പ്രതീക്ഷേട്ടാ അല്ല, ഈ വീഡിയോ കാണാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? കരയുവാൻ തോന്നുന്നു. പ്രതീക്ഷ 30 കിലോമീറ്റർ കഴിഞ്ഞാൽ വീട് എത്തി. നമ്മൾ ഇനി 13. ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ന് എല്ലാവർക്കും ഒരുമിച്ച് നിങ്ങളുടെ ഓടിക്കാനുള്ള ആഗ്രഹം തീരും. ഇതാകുമ്പോ ഹൈവേ മൊത്തം നിങ്ങൾക്ക് കിട്ടും. 10 മണി ഇവിടെ ഞങ്ങളെ സമയം പോയിട്ടോ. ഓടി എത്ര ചാവക്കാട് വഴി. ബൈ ബൈ. പോകാന്നൊക്കെ അഭിരാമിയോട് പറയുന്നുണ്ട് കേട്ടോ. അഭിരാമി ഇല്ലാതെ വരൂല. അഭിരാമിക്ക് മുമ്പ് കൊടുക്കുന്നു. പോവാന്നൊക്കെ പറയുന്നു. അത് കരഞ്ഞു കേട്ടോ. ആശാൻ കരഞ്ഞു. കൊറേ നേരം അഭിരാമിയോട് പോവാന്ന് പറഞ്ഞു. അഭിരാമി ഇല്ലാത്ത അവൻ എന്റെ അടുത്ത് വരാൻ ഒരു ബുദ്ധിമുട്ട്. അല്ല കരഞ്ഞു അവൻ കരയുന്നുണ്ട്. ചുണ്ടൊക്കെ ഇതായി. ചെറുക്കന് വണ്ടിപ്രാന്ത് ഭയങ്കര കൂടുതലാട്ടോ നമ്മുടെ ചെറുക്കനും. അതെ, അപ്പന്മാർക്ക് അത് ഉണ്ടാവുമ്പോ പിന്നെ പിള്ളേർക്ക് അത് ഉണ്ടാവും. പക്ഷെ എന്റെ അപ്പനില്ലായിരുന്നു കേട്ടോ. എന്റെ അപ്പന്റെ കുടുംബത്തിലുള്ള എന്റെ അപ്പന് വലിയ വണ്ടി. ഞാൻ പണ്ട് ഫാസ്റ്റ് ട്രാക്ക്, അതായത് മനോരമയിൽ ഫാസ്റ്റ് ട്രാക്കിന്റെ പേര്. എന്റെ ചെറുപ്പകാലങ്ങൾ അത് കാണുമെന്ന് വെച്ചാൽ ഭയങ്കര ലഹരിയാ. എന്നെ തന്ത് ഓടിച്ചിട്ട് അടിക്കുമായിരുന്നു. അയ്യോ, എന്റെ അപ്പന് വണ്ടി എന്ന് പറഞ്ഞാൽ കലിയ. എന്റെ അപ്പൻ ഇഷ്ടമല്ല. എന്റെ അപ്പന്റെ ചേട്ടനൊക്കെ വണ്ടിയുടെ സൗണ്ട് കേട്ടാ എന്നെ കംപ്ലൈന്റ്. ബൈ ബൈ പറഞ്ഞിട്ട് പോവാ. മൈക്കിളെ ബൈ 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 ബൈ. ഓക്കെ എന്നാ പോട്ടെ. ബൈ ബൈ ഗൈസ്. നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോകട്ടോ. അയ്യോ, പള്ളിയുടെ അതെങ്ങനെയാ ഗേറ്റ് അടയ്ക്കുമോ? ഗേറ്റ് അടച്ചു കാണുമോ? ഗേറ്റ് അടക്കില്ല. ഉറപ്പാ? പുള്ളിയോട് വണ്ടി അടിപ്പിക്കണം. വണ്ടിയോട് ചേർത്തടിപ്പിച്ചു. താൻ പോടൂ. താക്കോല് എന്ത് ചെയ്യാ പ്രതീക്ഷേട്ടാ? താക്കോല് കിട്ടിയോ? ഈ സീറ്റൊക്കെ വണ്ടി നിങ്ങളുടെ കുളമായി കേട്ടോ. ഇതെന്താ കാണിച്ചത്? കാറ് മൊത്തം അങ്ങനെയല്ല. അങ്ങനെ നിങ്ങൾ വഴി തിരിച്ചു വിടണല്ലേ. നിങ്ങൾക്ക് ഇത് മര്യാദയ്ക്ക് ഒരു കവർ അടിച്ചിട്ട് അപ്പൊ ആൾക്കാർക്ക് ഇത് വൃത്തിയാവില്ല. ഇതിന്റെ അത് നക്കീഷനെ ഒന്നും കാണിച്ചിട്ട് കാര്യമില്ല. വരാൻ നേരത്ത് പ്രതീക്ഷേട്ടാന്നൊക്കെ പറഞ്ഞു കൂടി എന്നല്ലേ ഇവനെ. ഇപ്പൊ ഇല്ല ഇതിലേ. അതൊക്കെ ഞാൻ തുറക്കാം. പ്രതീക്ഷേട്ടൻ വന്നില്ലേ പെങ്കോന്തൻ. പാവണ്ടാ. അയാളെ സാഹചര്യം മനസ്സിലാക്കണം. പ്രതീക്ഷേട്ടൻ നോക്കി പറഞ്ഞേ. വരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല പുള്ളിക്കാരൻ ഇപ്പോൾ ഉള്ളത്. സത്യമാണ്. ഞങ്ങൾ ഓരോ കാര്യങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയുന്നുണ്ട്. ആയ കാലത്ത് പുള്ളി വന്നിട്ടുണ്ട് കേട്ടോ. സത്യം. പക്ഷെ ഇപ്പൊ അങ്ങനെ വരാൻ പറ്റിയൊരു സാഹചര്യം അല്ല. അല്ല പുള്ളിക്കാരൻ വന്നാല്. ഇപ്പൊ പാതിരാത്രി വന്നാനെ പുള്ളിക്കാരൻ. അല്ല 10-ാം തീയതി
ഞങ്ങൾ പറയാൻ ഒരു വലിയ രോഗിയാണ്, ഇപ്പനെ കൊണ്ട്. അതെ, പുള്ളി നമ്മൾ പത്താംകോട്ടി വണ്ടി എടുക്കാനെല്ലാം പ്ലാൻ ചെയ്ത, പക്ഷെ വരാനും നന്നായി. പക്ഷെ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ പ്രശ്നങ്ങളില്ലാത്ത തന്നെ വരാൻ പറ്റും. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ചെക്കൻ പറ്റും. നിന്റെ ഫോണും എന്റെ പഠിക്ക് വെച്ചോക്കുക. എന്റെ ഫോൺ എന്റെ കീശയില്. അഭിരാമിയുടെ ഫോൺ ഇതായിരിക്കും, പോകുമ്പോ ഒന്ന് കൊടുത്തിട്ട് പോവോ. അങ്ങനെ തന്നെ പോണം. അപ്പൊ അവിടെ കിട്ടിയ ഫോണുകളൊക്കെ എടുത്തോണ്ട്. അല്ല, അവൾ എന്റെ കീശയിലിട്ടാ ഇങ്ങനെ ഒരു പൊട്ടി. കൈസ് അപ്പം ഞങ്ങൾ നേരെ സാധനങ്ങൾ തന്നെ പ്രതീക്ഷ ലൈറ്റ് ഉണക്കത്തില്ലായിരുന്നു അതിൻ്റെ അകത്ത്. അതാറ് വെള്ളം നമ്മൾ മേടിച്ചാ? 15 രൂപയ്ക്ക് മേടിച്ച വെള്ളം. രുചി വ്യത്യാസം ഉണ്ടോന്ന് നോക്കിക്കോ. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇതിന്റെ അത്ര രുചിയില്ല. ശരി കേട്ടോ. നമുക്കിനി എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയാവോ? ഒന്ന് വെറുതെ വെച്ച് നോക്കാം. ഇത് കാലിയല്ലേ, ഇതവിടെ വെക്കുക എൻ്റെ പൊന്നെ. 3 ബാഗുള്ളൂ. ആ 3 ബാഗ് കിട്ടണേ പുള്ളിയുടെ. ഇത് സെപ്പറേറ്റ് തന്നത്. ലിബിൻ പറഞ്ഞ പോലെ കുറച്ച് കഴിയുമ്പോ അത് എടുത്തിട്ടില്ല എന്ന് പറയരുത്, എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് എടുത്തു വെക്കട്ടെ. കാണിച്ചേ, പൊട്ടുന്നൊന്നുമില്ലല്ലോ. ഇനി 3 ബാഗല്ലേ ഉള്ളൂ. 1 2 3 ബാഗ് എല്ലായി. തീർച്ചയായും സാധനങ്ങൾ കിട്ടിയില്ലെന്ന് രേഖപ്പെടുത്തും. നിങ്ങൾ വരില്ലേ പ്രതീക്ഷേട്ടാ? പ്രതീക്ഷേട്ടൻ വരൂലേ? ഞാൻ ഈ വീഡിയോന്റെ അത് പറഞ്ഞ എല്ലാം തമാശ. പ്രതീക്ഷേട്ടൻ പാവമാണ്, പ്രതീക്ഷേട്ടൻ വരും, പ്രതീക്ഷേട്ടൻ ഒരു പേടിയുമില്ല. 5 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞ് അടിപ്പാവാട എഴുതും നിങ്ങൾ ഇല്ല പ്രതീക്ഷേട്ടാ, അങ്ങനെ പറയില്ല പ്രതീക്ഷേട്ടൻ പാവമാണ്. പോവാണ് അങ്ങോട്ട് പോരെ. വയനാടോ എവിടെയെങ്കിലും വെച്ച് ഓഫ് റോഡ് അടിക്കാം. ഫോൺ കൊടുക്കണേ, മറക്കല്ലേ. ബേക്ക് അങ്ങോട്ട് അല്ല ഓടിക്കാലോ. നമ്മൾ ഊട്ടി പോണോ, നിങ്ങൾക്ക് എവിടെ കർണാടക പോണോ? നിങ്ങൾക്ക് എവിടെ താല്പര്യം? നമുക്ക് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് റോഡ് ഉള്ള സ്ഥലം. ഈ വണ്ടി കൊണ്ട് പോകുമ്പോൾ വെറുതെ ഹൈവേക്കോട് ഓടിക്കാന്നുള്ളതല്ലല്ലോ ഉദ്ദേശിക്കുന്നത്. ഓഫ് റോഡ് അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക, നമുക്ക് ഹരമുള്ള ഒരു സ്ഥലം, വണ്ടി പോവില്ല എന്ന് തോന്നുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനത്തെ സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഹര വരുന്നത്. ഇത് ശരിക്കും നമ്മൾ ഇവിടെ പോയാൽ കിട്ടും. കനിയില്ലേ ശരിക്കും, അതായത് നമ്മുടെ ഇത് ചേട്ടാ കൊയില കനിന്റെ മലയാളം കൽക്കരി. ഗനി അവിടെ എവിടെയെങ്കിലും കിട്ടും. ഇല്ല ചേട്ടാ കൽക്കരി. എനിക്ക് ശരിക്കും പെട്ടെന്ന് കൊയില എന്ന് മനസ്സിൽ വെച്ച കൊയില. അവിടെ പോവാണ് ഇങ്ങനെ നമ്മൾ ഡീപ്പായിട്ട് ഇങ്ങനെ താഴോട്ട് വളഞ്ഞു പോകാൻ നല്ല സ്ഥലങ്ങളുണ്ട്. ചേട്ടാ നമ്മളെ പോകുന്ന സ്ഥലത്തിന്റെ പേര് ചേട്ടാ ഇവിടെ അല്ലേ? 3-ാം പിടി വഴിയല്ലേ കയറി? 3 പിടിയല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൈവേ അല്ലേ? 3 പിടി ചെന്ന് കയറും. അവിടുന്നല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? പിന്നെ അങ്ങോട്ട് ഹൈവേ അല്ലേ? ഗുരുവായൂർ വരെ സൂപ്പറായിരിക്കും. 5 മണിക്കൂർ. വെരി ഗുഡ്. വീട് എവിടെയാടാ? എവിടെ പോയതാ? ഖലീഫ. അതിന് സിനിമ. എങ്ങനെയുണ്ട്? വീട് ഇവിടെ തൊട്ടടുത്താ? ആണോ? പടം കണ്ടോ? അപ്പൊ പ്രതീക്ഷയോട് പൊക്കോ. കാണാട്ടോടാ. മീറ്റ് ആക്കേ. ഇവിടെ എത്ര ദൂരം ഉണ്ട്? വൈഫ് ഹൗസ് ഇവിടെയാണ് വരുമ്പോ. അങ്ങനെ കാണാൻ പോകട്ടെ കൂട്ടാ. താങ്ക് യു. ഈ രാത്രിയിൽ ഇവൻ വണ്ടി കണ്ടെന്ന് പറഞ്ഞാൽ ഇവന്റെ കണ്ണിന് എന്തോ പ്രത്യേകത. അവനെ അവിടെ ചെന്ന് പിടിച്ചേ നിക്കുറ്റി പോലെ സൂം ചെയ്ത് എടുത്തിട്ടുണ്ട്. ആണോ? ബായ്. അപ്പൊ അവന്റെ ബേക്കിലുള്ള പെങ്ങളാന്ന് തോന്നുന്നു. പോയി പോട്ടടാ. വൈഫാണോ? ഓക്കെ. ശരി ഗൈസ്, ഫൈനലി അങ്ങനെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോണ്. നിങ്ങളുടെ കട്ട് ചെയ്യും ആദ്യം തൊട്ട് അവസാനം വരെ ഗൈസ്. പ്രതീക്ഷേട്ടാ ഇതിന് എയർ നിക്കുമെന്ന് ആദ്യം നോക്കട്ടെ. എയർ എത്രയോ ടാങ്കിലുള്ളതെന്ന്. ആയിരുന്നോ? ലോക്കായി നിക്കുന്നുണ്ട് കേട്ടോടാ ലിബിനെ. അത്ര മോശമൊന്നുമില്ല. അത്ര പ്രശ്നമില്ല. എവനെ പരമാവധി നീ അവിടെ സാധനം ഒതുക്കിയിട്ട് ഫ്രണ്ടിലോട്ട് ചാടി വരാത്ത പോലെ വെക്ക്. അവൻ പറയുന്നുണ്ട്. ഇല്ല, അതതിന്റെ വിഷയം. ബസറിനടിക്കൂല. നമ്മുടെ ഏച്ചറിനൊക്കെ നമ്മൾ ക്യാരവാനൊക്കെ അത് ഇത് കാണിക്കും ചേട്ടാ പറഞ്ഞാലേ. ഇതിനൊന്നുമില്ല. അതിനാ അതതിന്റെ ആണോ? കൂട്ടി അടിക്കാൻ പറയാല്ലേ ലിബി? ജോയിന്റ് ഉള്ളിലെ ലൈറ്റ് ഒക്കെ പോയി കേട്ടോ. പോയാ? ഉള്ളിലെ ലൈറ്റ് ഒക്കെ ശരിയാക്കാം. അല്ല ഫീസ് ബോക്സ് മാറ്റിയതാ പ്രതീക്ഷ ചേട്ടാ.
അതിൻ്റെ ഏതാ കണക്ഷനിൽ വിഷ ലൈറ്റ് പോയല്ലേ? ആ ലൈറ്റ് എടുത്ത് ഫാൻ എത്തി കൊടുത്താലോ? എന്തിനാണോ? എങ്ങനെയുണ്ട് ഫാൻ? പറഞ്ഞില്ലല്ലോ. ഇതിന്റെ ക്ലച്ച് ലൂസ് ആയിരുന്നു, ക്ലച്ച് ടൈറ്റ് ആയി. ക്ലച്ച് എപ്പോഴും ടൈറ്റ് ഇല്ല, ചില സമയത്ത് ക്ലച്ച് പകുതിയിൽ അങ്ങോട്ട് ടൈറ്റ്, പകുതി വരെ ക്ലച്ച് ടൈറ്റാ. ആൻഡ്രജാൻ ഇത് കറക്റ്റ് ശരിയാക്കി തന്നായിരുന്നു, എന്താ നോക്കി. അപ്പൊ അതിന്റെ സംഭവമില്ലേ എന്നാന്നറിയാ, എയറിന്റെ പൈപ്പ് നോക്കുക. എയർ ക്ലച്ച് ആണല്ലോ ചേട്ടാ. അതെ, പക്ഷെ ഫ്രണ്ടിലത്തെ ഇതിന്റെ ഒരു സിലിണ്ടർ വരും, ആ സിലിണ്ടർ ജാമായിട്ട് അങ്ങനെ അയക്കണം. ഇത് സ്മൂത്തിലായിയാണ്, ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം വരെ കുഴപ്പമില്ല, പിന്നെ ഭയങ്കര ടൈറ്റ് അല്ലേ. അതിന് കിട്ടങ്ങനെ മാറ്റം വരും ചിലപ്പോൾ സിലിണ്ടറിന്റെ. ഇവിടുന്ന് അവിടം വരെ എങ്ങനെയാവും ദൈവത്തിനറിയാം, നല്ല ബ്ലോക്കാകും. അയ്യോ അവിടെ വണ്ടി ചേർന്ന് കൊടുക്കുമല്ലോ നമ്മുടെ. ഇല്ല ആ പോട്ടെ പോട്ടെ പോട്ടെ. അതെന്നെ തിണ്ടാണോ? പോട്ടെ പോട്ടെ, ഒന്നുമില്ല പോട്ടെ 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 പോട്ടെ. കൊടുക്കൂല ഫോണ്, പോട്ടെ 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 പോട്ടെ. പ്രതീക്ഷേട്ടാ 4 ദിവസം കഴിഞ്ഞ് വരൂലേ? ചേട്ടന്റെ പ്രതീക്ഷിച്ച് ഞാൻ ഇരിക്കും. ഫുള്ള് ചെലവ് എന്റെ കൂട്ടുകാരന്റെ വക. ശരി, 4 തുണി എടുത്തിട്ട് മാത്രം പ്രതീക്ഷേട്ടൻ വന്നാ മതി. ആ 4 ദിവസം വരെ 4 തുണി വേണ്ടേ? അല്ല ഞങ്ങളിപ്പം വീട്ടിൽ നിന്ന് വന്നാലും 2 തുണിയും കൊണ്ട് വന്നാൽ പെട്ടുപോകും. സബ്സ്ക്രൈബ്സിനെ കണ്ടു പൊക്കോട്ടെ. ബൈ ബൈ. പൈസ ഞാൻ പോവാണ്. ബൈ ബൈ. പോവാണ്. സ്ലീപ്പിംഗ് കയറി വിടാം. എന്നാ ഇവിടെ വെച്ചാൽ മതി. നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. പരിപാടി ഇപ്പം നമുക്ക് സൂപ്പറായിട്ട് പോവാം. പോട്ടേടാ. പ്രസിഡന്റ് പോവാണ്. കൊടുക്കണേ. ആ 6. ആ ഇല്ല, ഹൈവേയിലേക്ക് 3 പടി വഴിയല്ലേ കയറുക? അല്ലേ? ആ പോവാണ്. ഗൈസ് ഫൈനലി ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാണ്. നമുക്ക് ഫ്രണ്ടിൽ നിന്നാണ് തിരിക്കണ്ട കേട്ടോ. ഇവനെ എണ്ണ അടിക്കണ്ടേ? എണ്ണ അടിക്കാം. മമ്പി കയറ്റും. മമ്പി കയറ്റും. ഒരു 50 ലിറ്റർ അടിക്കാം അല്ലേ? 50 ലിറ്റർ അടിക്കാം അല്ലേ? 50 ലിറ്റർ എത്തുകൂടാ. ഇപ്പൊ നിലവിൽ എത്ര കട്ടയുണ്ട്? അത് 100 നോക്കിട്ട് നമുക്ക് തീരുമാനിച്ചു. വണ്ടി 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 നമുക്ക് വിഷമമുള്ള ആളാ. പോട്ടെ, നമുക്ക് തീരുമാനിച്ചിട്ട് അടിക്കാം. ആദ്യം കാണുന്ന പമ്പി കയറ്റ് അടിച്ചിട്ട് പോവാം. അത്രേ ഉള്ളൂ. അല്ല നല്ല പോട്ടെ പോട്ടെ പോട്ടെ. കിട്ടുവോ? ആ പോട്ടെ പോട്ടെ, ഇത് കിട്ടും. പോട്ടെ 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 പോട്ടെ. കിട്ടുവോ? കിട്ടി 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 കിട്ടുവോ? ആ പോട്ടെ. ബെൽറ്റിന് ചെറിയ ശങ്ക കാണിക്കുന്നുണ്ടല്ലോ. ബെൽറ്റിന് വെള്ളം നനഞ്ഞല്ലോ. ആണോ? മഴ പെയ്തില്ലല്ലോ. പെയ്തായിരുന്നോ? ഗൈസ് നമ്മളെപ്പോഴും നമ്മുടെ ഈ ട്രക്ക്, നമ്മുടെ ഈ സ്റ്റാലിൻ ഇതേപോലത്തെ 2 വരിപ്പാത കൂടെ പോകാൻ നേരത്തെ എപ്പോഴും നമ്മൾ സൂക്ഷിക്കണം കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, 2 വരിപ്പാത പോകുമ്പം നമ്മൾ ഇച്ചിരി പെതിയെ പോകുന്നതാണ് നല്ലത്. പിന്നെ ഒടുവുള്ള സ്ഥലങ്ങളിൽ ഭയങ്കര ശ്രദ്ധിക്കണം. കാരണം ചില ബൈക്കാർ പ്രതീക്ഷിക്കില്ല, കേറി വരും. നമുക്കാണെങ്കിൽ ഒടിഞ്ഞും കിട്ടും. വണ്ടിക്ക് ഒടി കുറവായതുകൊണ്ട് നമുക്ക് ഒടി ഇച്ചിരി ആക്കണം. എന്തൊരു ക്ലിപ്പ് ഊരിക്കളഞ്ഞാൽ മതി എന്നാ പറഞ്ഞേ. അല്ലേ? വണ്ടിക്ക് ഇച്ചിരി ഒടി കുറവാ. അപ്പൊ ഇച്ചിരി ഒടി ആക്കണം. അങ്ങനെ കുറച്ച് പരിപാടി ചെയ്യാൻ. ബ്രേക്കിന് ഇപ്പൊ ഇതിലേക്ക് ഞങ്ങൾ മെക്കാനിക്കലോ മറ്റു പരിപാടികളോ ചെയ്യാൻ ഇപ്പം പ്ലാൻ ഇല്ല കേട്ടോ. ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞേ ഉള്ളൂ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വന്നിട്ട് ഒന്ന് വീട്ടിലൊന്നും ഇരുന്നിട്ട് പോലും ഇല്ല. കാരണം നമ്മൾ ഓടി നടക്കുമായിരുന്നു. സത്യം കേട്ടോ. വന്നിട്ട് ആകെ 2-3 ദിവസം നമ്മുടെ റീൽസിലും പരിപാടി എല്ലാം പാളിയില്ലേ. നമ്മൾ 17 വിസയുടെ കാര്യക്കാർക്ക് ഈ കമന്റ് പോസ്റ്റിനകത്ത് ഞാൻ കണ്ടു. വിസ 17-ാം തീയതി നമ്മുടെ ഓൾറെഡി കഴിഞ്ഞു അല്ലേ? നമ്മളെ ബയോമാറ്റിക് ഒക്കെ ഓൾറെഡി കൊടുത്തു പറഞ്ഞ ഏകദേശം കഴിഞ്ഞ പരിപാടി കാര്യങ്ങളൊക്കെ അല്ലേ? അടുത്ത വെക്കണം. നമ്മൾ പോകുന്ന എല്ലാ രാജ്യങ്ങളിലും നമുക്ക് വെച്ച് വേണം പോകാൻ വേണ്ടി അല്ലേ? ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഓരോന്നായിട്ട് ചെയ്യണം. നമ്മള് വണ്ടിയുടെ പരിപാടി മാത്രം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പരിപാടികൾ നമുക്ക് കറക്റ്റായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫടാഫട്ട് കാര്യങ്ങൾ ചെയ്യണം. കാരണം അടുത്ത ദിവസങ്ങളെല്ലാം ലീവ് ആയതുകൊണ്ട് പാടാട്ടോ ഇനി പരിപാടികൾ. അപ്പോൾ അതെല്ലാം നമ്മൾ നേരത്തെ എന്താണ് ചെയ്യാൻ വേണ്ടി ഫൈനലി നമ്മൾ ഇരിങ്ങാലക്കൂടെ എത്തി. ഇവിടെ നമുക്ക് തിരിഞ്ഞ് നമുക്ക് പോകേണ്ടത്. അപ്പം നമ്മൾ നേരെ തിരിയുകയാണ്. നമുക്കിനി ഇവിടുന്ന് തിരിഞ്ഞ് വേണം പോകാൻ വേണ്ടി. അപ്രോക്സിമേറ്റ് ഇവിടുന്ന് നമുക്ക് ഇനി ഒരു 8 കിലോമീറ്റർ ഹൈവേ കിട്ടാൻ വേണ്ടി
പിന്നെ അവിടുന്ന് അങ്ങോട്ട് നമ്മള് 3 പീടിക വഴി പിന്നെ അങ്ങോട്ട് ഫുള്ള് ഹൈവേ ആണ്. ശരി കേട്ടോ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട് എത്തുന്നോടം വരെ നമുക്ക് ഒരു ഏങ്ങിനെ പോവല്ലേ? കോഴിക്കോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദുരിത തുല്യമായിരിക്കും. നമുക്ക് കുഴപ്പമില്ല, നമ്മൾ രാവിലെ പാസ്സായി പോകുന്നവരും കുഴപ്പമില്ല. അത് ബ്ലോക്ക് ഉണ്ടാവില്ല. 3-3:30 എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 9 മണി ഈ പാസ് നമുക്ക് വഴി കിടക്കരുത്. പരമായി കിടക്കുവാണെങ്കിൽ തലശ്ശേരി എത്തിക്കഴിഞ്ഞാൽ കിടക്കാവേ. അല്ല, ഒരു 9-10 മണിക്ക് എത്തുന്ന രീതിയിലുള്ള സർക്കസ്, അല്ല സോറി, ഒരു 4 മണി 3 മണിക്ക് എത്തുന്ന രീതിയിലുള്ള പരിപാടി. അതായത് കിടന്ന് ഉറങ്ങിയിട്ട് നമുക്ക് ഒരു 10 മണിക്ക് എണീക്കുന്ന രീതിയിലുള്ള സെറ്റപ്പ്. അതായത് കോഴിക്കോട് പാസ്സായി പോണം. അല്ല നമ്മൾ ചക്രശ്വാസം കളിച്ചാൽ അവിടെ എത്തൂല. അതാണ് അതിന്റെ പ്രശ്നം. അതാണ് 2 വണ്ടി വന്നു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഇത് സ്ഥിരം പോകുന്ന മെയിൻ റോഡല്ലേ ഇവനെ? ഇത് മെയിൻ റോഡല്ലേ ഇത്? ഇത് 2 ലോറി പോകാനുള്ള സെറ്റപ്പ് ഇല്ലടാ. ഇല്ലല്ലേ? ആണ് പ്രശ്നം. 2 വണ്ടി പോകാനുള്ള സെറ്റപ്പ് ഇല്ല. ഒന്നും കൂടി ചവിട്ടി കൊടുത്തോ. ഏറ് തള്ളുന്നുണ്ട്, പക്ഷെ ഏറിനുള്ള മീറ്റർ കാണിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് ഏതോ ഒരു എയർ പക്കയായി, ഒരു എയർ ടാങ്ക് പക്കയായി. ഇത്രയും കണക്ഷൻ ഉള്ളതുകൊണ്ടേ എവിടെ അത് പോകുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. എണ്ണ അടിച്ചോട്ടോ, നമുക്ക് ഇവിടെ നിന്ന് എണ്ണ അടിച്ചിട്ട്. അല്ല, അത് നമുക്ക് എവിടെയെങ്കിലും ഹൈവേ കയറി കഴിഞ്ഞാൽ എണ്ണ കിട്ടും. പാടാ കേട്ടോ, ഔട്ട് ഇറങ്ങേണ്ടി വരും. കോഴിക്കോട് വരെ പിന്നെ പാടായിരിക്കും. ശരിയാണല്ലോ അല്ലേ? ഇവിടെ എവിടെയും കിട്ടുവാണെങ്കിൽ സൈഡിൽ നിന്ന് അടിച്ചിട്ടങ്ങ് പോകാലോ. അങ്ങനെ അല്ലേ? അല്ല, പാടുപെടും. എന്നെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇറങ്ങി കയറിയൊക്കെ വരുമ്പോഴത്തേനും നല്ല സമയം പോകും. നമ്മുടെ എണ്ണ എത്ര നോക്കണം കേട്ടോ, കാരണം നമ്മൾ എന്തോരെയാ പോകുന്നത് അതിനനുസരിച്ച് വേണം അടിക്കാൻ വേണ്ടി. നേരത്തെ നമ്മൾ നോക്കുന്നത് 60 അല്ലായിരുന്നു. 60. 6 അടി ഓട്ടെ. നേരത്തെ എത്ര ആയിരുന്നടാ? 60. 40. ഇതന്നെ കുടിക്കുവാണോ? അപ്പൊ എത്ര അടിക്കണം? ഒരു 50 അടിക്കും. 50 ലിറ്റർ അടിച്ചേട്ടാ. മൈലേജ് നല്ല കട്ടുണ്ട് ചേട്ടാ. മെഷീൻ എടുക്കല്ലേ. എടാ ലിവിനെ ഭയങ്കര കുറവാണല്ലോടാ. 50-നപ്പം എത്ര ഓടും? ഓടുവായിക്കും, അവിടെ എത്തുവായിക്കും. മൊത്തം 60ഉം 40 ഇല്ലേ? 90 ലിറ്റർ ഇല്ലേ? എത്തുമായിരിക്കുമോ? ഓ, നമസ്കാരം. പേരെന്നാ? ആഷിം. വീട് എവിടെയാ? എവിടെ പോയതാ? വണ്ടി കണ്ടിട്ട് തിരിച്ചു വന്നാ? ആയിക്കോട്ടെ. ശരി. ഇതോ 50 ലിറ്ററൊക്കെ നിസാര ദൂരം ഉണ്ടാവുള്ളൂ. നിസാര സംഭവം. ഗൈസ്, ഫൈനലി നമ്മള് വണ്ടി എടുത്ത് 120 ആണെന്ന് തോന്നുന്നു. അല്ലടാ, എത്രടാ? 140. എത്ര കയറി? എത്ര ഉണ്ടായി? 40 അല്ലേ ഉണ്ടായിരുന്നേ? 50 അടിച്ചില്ലേ? 90 ലിറ്ററായി. ഫൈനലി മാഹി വരെ എത്തേണ്ട എണ്ണ മതി. അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ. മാഹിന്ന് 2 ടാങ്ക് അടിക്കുമല്ലേ? 2 ടാങ്ക് അടിക്കാം. അതിന്റെ അപ്പുറത്തോന്നും ഇപ്പുറത്തോട്ടും മാറ്റി എന്തായാലും ആവശ്യം വരും. പിന്നെ അങ്ങോട്ട് ഓടണ്ടല്ലേ വണ്ടി? ഒന്നുമില്ല, ബസ്സിലോട്ട് മാറ്റി വയ്ക്കാലോ. ഏതീന്ന് അടിക്കാം? ഭാരതീന്ന് അടിക്കാം അല്ലേ? അതിലെ കയറി കഴിഞ്ഞാൽ പിന്നെ ഫടാഫട്ട് വണ്ടി ഓടിയെത്തും കേട്ടോ. ഇപ്പൊ വെള്ളം മേടിക്കണം. കട്ട് ചെയ്തു. ഗൈസ്, ഹൈവേ എത്തുന്നതിന് മുന്നേ അത്യാവശ്യം നല്ല രീതിയിൽ ലോറികളെല്ലാം കയറി നല്ല രീതിയിൽ തിരക്കായി കേട്ടോ. എനിക്ക് തോന്നുന്നു 10-20 മിനിറ്റിന്റെ ഉള്ളിൽ നമ്മൾ ഹൈവേ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നുമില്ല, സംഭവം 2.9 കിലോമീറ്റർ അത്രേ ഉള്ളൂ. നമ്മളൊരു വെളുപ്പിന് 3-4 മണിയാകുമ്പോ എത്തും. വഴിക്ക് നമ്മൾ റെസ്റ്റ് ഒന്നും എടുത്താൽ നമ്മൾ 9-10 മണിയാകുമ്പോൾ നമുക്ക് പരമാവധി നേരത്തെ നിർത്തണ്ട കേട്ടോ. 2 വരിപ്പാതയിൽ നമുക്ക് ഇങ്ങനെ കയറി പോകാൻ പറ്റും. ഇവിടെ വെടിക്കെട്ട് പോകുമ്പോണ്ടായിരുന്നല്ലോ. പക്ഷെ ഇവിടെ അടിച്ചാൽ മതിയായിരുന്നു അല്ലേ? അവിടെയും കുഴപ്പമില്ലായിരുന്നു, ഇവിടെയും കുഴപ്പമില്ല. ഇവിടെ ഞങ്ങൾ സ്ഥലം ഉണ്ടായിരുന്നു. ശരിക്കും ഇപ്പൊ എണ്ണ അടിക്കുകയാണ്, പ്രൈവറ്റ് എണ്ണ അടിക്കുന്നത് നല്ലത്. അതിനാ മിസ്സിങ് വ്യത്യാസം ഉണ്ടെന്ന് ഇങ്ങനെ പറയപ്പെടുന്നു, അറിയില്ല. പ്രൈവറ്റ് എണ്ണയ്ക്കാ? മൈലേജ് കിട്ടാൻ സാധ്യതയുണ്ട്. മൈലേജ് കിട്ടാൻ സാധ്യതയുണ്ട്. എല്ലാരും കേറാൻ ശ്രമിക്കണം. നേരെ ഫ്രണ്ടിലേക്ക് മൊത്തം ലോറികളാണ്. കേറിട്ട് കാര്യമില്ല, 3 ലോറിയാ ഫ്രണ്ടിലുള്ള. അത് ചെറിയ വണ്ടിക്ക് പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റും. അത് കുടുങ്ങി കണ്ടോ? ലോറിക്കാരും ചവിട്ടി കൊടുക്കൂല, ആരും ചവിട്ടി കൊടുക്കൂല. കേറി കാറായതുകൊണ്ട് അത് അപ്പുറം വേറെ കാറുണ്ട്. നമ്മൾ ഈ വലിയ വണ്ടിയും കൊണ്ട് വലിപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കൂല. ഈ പുള്ളിക്കാരനെ പറഞ്ഞിട്ട് കാര്യമില്ല. വലിയ വണ്ടിക്കാർ എന്നാന്നറിയോ സൈഡ് മാറ്റി തരാത്ത? ഈ സാധനം റോട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ താന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്നു പോകും, ആരും സഹായിക്കാനും ഉണ്ടാവൂല. അതാണ് വിഷയം. പിന്നെ ഒരു സൈഡിലോട്ട് ചാഞ്ഞു കഴിഞ്ഞാൽ എന്റെ സെന്റർ ബോൾട്ട് പൊട്ടി പോകും. പിന്നെ വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതൊരു പ്രശ്നം. അത് പ്രശ്നമാണ്. സെന്റർ ബോൾട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു വശത്തോട് ചെരിഞ്ഞിരിക്കും വണ്ടി. പിന്നെ അതേപോലെ തന്നെ ഈ മഴക്കാലത്താണെങ്കിലും ഈ സ്ലാബ് പൊട്ടുകയും ചെയ്യും. വെയിറ്റ് അല്ലേ, അത്ര ടെണ്ണ് കയറാനുള്ള നമ്മുടെ സ്ലാബിനുള്ള കട്ടി ഉണ്ടാവില്ല. ഹൈവേയിൽ നല്ല തിരക്കായിരിക്കും കേട്ടോ. പിന്നെ ഉറപ്പാ
100% എന്നെ സംബന്ധിച്ചാൽ ഇപ്പൊ ഓണത്തിന്റെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോണ്ടിരിക്കുന്ന സമയമല്ലേ. ലീവായില്ലേ ഇന്ന് മുതല്? ഇന്ന് ലീവാ. ഇന്നല്ല, നാളെ തൊട്ടല്ലേ ലീവ്? ആണോ? ഇന്നോ നാളെ മുതൽ ഞാൻ ലീവ്. സ്കൂൾ അടച്ചിട്ടില്ല. സ്കൂൾ അടയ്ക്കുമ്പോ ആയിരിക്കും ലീവ് വരുക. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചവനെ, ആ വണ്ടിയുടെ ബേക്ക് കണ്ടോ, ചവിട്ട് ബേക്ക് വെച്ചാക്കുന്നുണ്ടോ? അതേപോലെ സെറ്റപ്പ് നമ്മളെ ചെയ്യണം കേട്ടോ. കണ്ടോ? മനസ്സിലായില്ലേ? അതായത് നമ്മുടെ സ്റ്റോപ്പർ ഇല്ലേ, അതിന്റെ ബേക്കിലാ വെച്ചാക്കുന്നത്. കണ്ടോ? വെരി ഗുഡ്. ഫുള്ള് തിരക്കാണല്ലോ ഇന്ന്. വെരി ഗുഡ്. ഇന്ന് ഫുൾ ടുഡേ വെരി ബിഗ് ബിസി. ചേട്ടാ ഇച്ചിരി കൂടെ കയറി വാ. ഇത് നോക്കിയേ. ഹായ്. പോട്ടെ. എന്തിനാ ഇങ്ങനെ മസിൽ പിടിക്കുന്നേ? ഇന്ന് ഫുള്ള് തിരക്കാണല്ലോടാ. ഞാൻ പറഞ്ഞില്ലേ, ഈ ഓണത്തിന്റെ തിരക്കാ എല്ലായിടത്തും. ഇതിപ്പോ നമ്മളെ ഓടിച്ചതിന്റെ ബ്ലോക്കാ. ഇതിപ്പോ നമ്മളിപ്പോ 4 ലോറി വന്നില്ലേ, അതിന്റെ തിരക്കാ. വണ്ടി പിടിച്ചിട്ടതിന്റെ തിരക്കാ. ഫുള്ള് ലോറികളാ കേറിയാക്കുന്നത്. മെയിൻ ഹൈവേ ഇനി എത്ര സമയം എടുക്കുമായിരിക്കും? എത്തിയോ? ഡൈവേർട്ട് ചെയ്ത് വരുന്ന ഹൈവേയിലേക്കാ. പിന്നെ ചാവക്കാടല്ല, 3-ാം പിടിയാ. പിന്നെ നമ്മളങ്ങ് പൊക്കോളൂ. ഇവനെ തിരക്കാന്ന് നോക്കിക്കാ. ഓരോ ലോറികളാന്ന് നോക്കിയാടാ. ഇവന് ഈ റോഡ് നന്നാൻ പിന്നെ ലോറി കൊണ്ട് ബഹളമായിരിക്കും അല്ലേ? പിന്നെ ഭയങ്കര ഹിറ്റ് ആവൂടാ. പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് ലോഡ് 66 വമ്പ ഹിറ്റ് ആയിരിക്കും. ഉറപ്പാ അല്ലേ? 100% ഉറപ്പ്. 66 വമ്പ ഹിറ്റ് ആയിരിക്കും. ആ റോഡ് പൂർണ്ണ വാങ്ങണം. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കണ്ടിവിറ്റി ഉണ്ടാവും ലോറികളുടെ. ഗൈസ്, ഇപ്പൊ നമ്മള് നേരെ ഹൈവേ കയറുവാ. ഇനി നമുക്ക് കോഴിക്കോടിന്റെ അപ്പുറം ഇറങ്ങിയാൽ മതി കേട്ടോ. അത്രയും സ്ഥലം വരെ നമുക്ക് ഇനി 4 വരിപ്പാത കിട്ടും. 2 ടോളാന്ന് അതിന്റെ വിശ്വാസം. ടോട്ടല് നമുക്ക് ടോള് നമ്മൾ അടച്ചല്ലേ? 1000 രൂപ. അതിന്റെ കൂടെ ഇങ്ങോട്ട് വരാൻ നേരത്ത് റീചാർജ് ചെയ്തിട്ടുണ്ട്. ആണോ? നമ്മുടെ വണ്ടിയുടെ വീഡിയോ എടുക്കുന്നു. വെരി ഗുഡ്. ഗൈസ്, അതായത് വണ്ടി പോകുന്ന ആർക്കും അറിയത്തില്ല. ഇതാണ് നമ്മൾ രാത്രി ഇപ്പൊ ഓടിക്കുന്നത്. അതാകും വലിയ തിരക്കുണ്ടാകത്തില്ല കേട്ടോ. എല്ലാരും എണ്ണ അടിച്ച് തയ്ച്ചിട്ട് പോകാനുള്ള പരിപാടി. എല്ലാരും ഹൈവേ കയറി കഴിഞ്ഞാൽ കുടുങ്ങും അവന്. എല്ലാരും അറിഞ്ഞവരെ സ്റ്റോറി ഇടൂലേ? അറിഞ്ഞവര് വണ്ടിയുടെ വേക്കി പിടിക്കും വരും അല്ലേ? കണ്ടമാനം. ഇനി അങ്ങോട്ട് കോഴിക്കോട് കഴിഞ്ഞ് ബ്ലോക്ക് ഉണ്ടാവും. അത് പ്രതീക്ഷിച്ചു ഇവിടുന്ന് പോവാൻ. ഇത് മാക്സിമം ഓടിച്ചു മാറ്റുവാണെങ്കിലേ ബാക്കി അവിടുന്ന് നമുക്ക് വേറെ കാര്യമുണ്ട്. വളരെ സൂക്ഷിച്ചു വേണം ഓടിക്കാൻ. എന്റെ പകുതി സ്ഥലത്തും പണി തീർന്നിട്ടില്ല. ഇത് പൂർത്തിയായതാ? അല്ല, അവന് പകുതി ഡൈവേർട്ട് ഉണ്ടല്ലോ. ഡൈവേർട്ട് ഇല്ലേ പകുതി സ്ഥലത്തും. അത് നമ്മൾ സൂക്ഷിച്ച് ഓടിക്കണം അല്ലേ? ഫൈനലി നമ്മൾ അങ്ങനെ 4 വരിപ്പാത എത്തിയിരിക്കുകയാണ്. എന്താ സന്തോഷം. 4 വരിപ്പാത ഓടിക്കുമ്പോ 4 വരിപ്പാതക്ക് ഒരു പ്രത്യേക ഫീലാ. എന്നൊരു കാര്യം കേട്ടോ, ശരിക്കും ഈ റോഡൊക്കെ വന്ന് നമുക്ക് വീട്ടിലോട്ട് എറണാകുളത്ത് നിന്ന് 2 മണിക്കൂർ 2.5 3 മണിക്കൂർ കൊണ്ട് വീട് പിടിക്കാൻ പറ്റും. ഇതിന്റെ മെയിൻ ഫീസ് എന്താ പോയി കേട്ടോ? പോയാ ലൈറ്റ് കളയണ്ട കേട്ടോ. ലൈറ്റ് തൊടണ്ട. ലൈറ്റ് പോയി കഴിഞ്ഞാൽ പണി കിട്ടും. ഈ രാത്രിയിൽ ആരും പണി എടുക്കൂല. സ്പീക്കറിന്റെ വയർ ഊരിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്പീക്കറിന്റെ വയർ ഊരിയിട്ട് നമ്മൾ ബാലറ്റിൽ ഡയറക്റ്റ് കൊടുക്കും. അങ്ങനെയല്ലേ? അല്ല, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഏതോ മെയിൻ്റെ ഫീസ് പോയതാ. ഫീസ് നോക്കണോ? ഫീസ് നോക്കണ്ടല്ലോ. ഫീസ് ഉള്ളിലല്ലേ ഇരിക്കുന്നത്? ഫീസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിന് ടൈം പോകും. ഗൈസ്, വണ്ടിക്ക് അവിടെ എവിടെ ചെറിയ സൗണ്ട് ഒക്കെ മാറി തുടങ്ങിയല്ലേ ഇവനെ? എന്താടാ എനിക്ക് ഇപ്പം വരുന്നില്ല. ഇല്ല, എന്തായിരിക്കും? എനിക്കൊന്ന് 2 ഇത് 2 മറ്റേ ഹൈവേയുടെ 2 പാർട്ടില്ലേ, അത് രണ്ടും കൂടി ചില വണ്ടിയുടെ സൗണ്ട് കൂടുതലായിട്ട് കേൾക്കൂലേ? അതായിരിക്കും. അതാണെന്നും പറയാൻ പറ്റൂല. അതാവനാ സാധ്യത. പിന്നെ വേറെ കാര്യമുണ്ട്. വല്ല അപ്പുറം വല്ല റോഡിന്റെ പണി കാരണം വല്ല കുഴിക്കുന്ന വല്ല ആണേലും നമ്മൾ കാണുന്നില്ലല്ലോ. ഇതേ റോങ് വരുമായിരുന്നു. അടിപൊളി. നമ്മള് നോർത്ത് ഇന്ത്യ ചെന്ന് പറയും അവിടെ മൊത്തം റോങ്ങാണ്. എല്ലായിടത്തും റോങ്ങായിപ്പോ. വീണ്ടും സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും ഒരു സൗണ്ട് പോലെ. ഇറങ്ങി നോക്കണം. അതന്നെ ജോൺ സ്റ്റാറിന്റെ അതിന്റെ തന്നെയാ. ജോൺ സ്റ്റാറിന്റെയാ?
മിക്കവാറും ഊരി വീഴുവോ? ആർക്കറിയാം, ലൈലാൻഡ് അല്ലേ, എവിടെയെങ്കിലും ഊരി പോവാം. 24 നമ്മുടെ ഫ്രണ്ട് ഊരി പോയാലും ബാക്കിൽ നിന്ന് 4 ഇട്ടിട്ട് ഫ്രണ്ടോട്ട് എടുക്കാൻ പറ്റുമോ? ആ പറ്റും, ഏത് ഊരി പോയാലും ഒരെണ്ണം മറക്കാം ഇല്ലേ? നമ്മുടെ ഫ്രണ്ടിത്തേനാണ് വിഷയം ജോയിന്റ് സ്റ്റാറിന്. അത് ഓടുമെന്നാണ് പറഞ്ഞത്. ഞാൻ അധികം കുത്തിക്കാതെ ഓടിക്കണം, മനസ്സിലായോ? പിന്നെ നാളെ തന്നെ നമുക്ക് ഗ്രീസും കൂടെ കാര്യങ്ങളൊക്കെ അടിച്ചാലോ? ടൈറ്റില് നമ്മൾ ഗ്രീസ് ഇപ്പൊ അടിച്ചിട്ട് 1 മാസമല്ലേ ആയിട്ടുള്ളൂ. പണിയും സാധനങ്ങളൊക്കെ എടുത്തില്ല, അപ്പൊ എല്ലാം പോയി കാണും. ശരിയാ, ഒരാഴ്ചയല്ല, നമ്മളന്ന് കർണാടകയിൽ നിന്ന് ഗ്രീസ് അടിച്ചത്. അമ്മാണ് 2 മാസമായി. 1 മാസം, 1 മാസമല്ല 2 മാസം. പണി പൂർത്തിയായാൽ ഇതേപോലെ ഇരിക്കും, ഫുള്ള് ലൈറ്റ് ഒക്കെ ആയിട്ടല്ലേ? ഫുള്ള് ലൈറ്റും സംവിധാനം ഒക്കെ ആയിട്ട് ഈ സെറ്റപ്പ് ആയിരിക്കും. ഈ സെറ്റപ്പ് ഒന്ന് അടിപൊളിയായിരിക്കും അല്ലേ? ഇത് കിടലായിരിക്കും കേട്ടോ. ലൈറ്റോ ഒരു സാധനം ഇടണ്ട, നേരെ യാത്ര ചെയ്താൽ ലൈറ്റ് എന്ന് പറഞ്ഞ ആവശ്യമില്ല. വണ്ടി അങ്ങ് ഡിം അങ്ങിട്ടിട്ട് ഓടിച്ചാ മതി. നമ്മളൊക്കെ ഈ ലൈറ്റ് കാണാഞ്ഞിട്ടാണ് എക്സ്ട്രാ ലൈറ്റ് ഒക്കെ കേട്ടുന്നല്ലേ? സത്യത്തിന്റെ ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഹൈവേ വന്നു കഴിഞ്ഞാല് നമ്മുടെ ഇവിടുത്തെ ഹൈവേകളൊക്കെ സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ എക്സ്ട്രാ ലൈറ്റിനൊന്നും ഒരു ആവശ്യമില്ല. വണ്ടി നല്ല ചിൽ എന്ന് പറഞ്ഞ് നിൽക്കും. ഇതിപ്പോ എന്നാ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ അവിടെ ലൈറ്റ് സാധനം കുറവല്ലേ, അപ്പൊ എല്ലാരും ഈ കണ്ണ് കാണാനൊക്കെ വെച്ചേക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. അതായത് കാറുകളുടെ ഒക്കെ അതീവ ലൈറ്റ് കൂടിയ ലൈറ്റ് ആണ് ഈ കാറുകൾക്കൊക്കെ ഉള്ളത്. കണ്ണ് പോലും കാണൂല. ചെറിയ ലോറികൾക്കൊക്കെ ചെറിയ കാറുകളൊക്കെ അടിച്ചു കഴിയുമ്പോഴത്തേനും നമ്മൾ അങ്ങനെ ടോളിന്റെ അടുത്തെത്തി. ഈ ടോൾ പൂർത്തിയായിട്ടില്ല കേട്ടോ, പൂർത്തിയാകാത്ത ടോളാ. എനിക്ക് തോന്നുന്നത് ഇത് പൂർത്തിയാകുന്നതിന് മുമ്പുള്ള വരവേൽപ്പാന്ന് തോന്നുന്നു. ആ ലൈറ്റ് അല്ലല്ല, അത് ഇങ്ങോട്ട് വേറെ റീച്ച്, ഇവിടുന്ന് അങ്ങോട്ട് വേറെ റീച്ച്, അങ്ങനെയാ. എന്താ അല്ലേ സെറ്റപ്പ് ആയല്ലേ? അങ്ങോട്ടെല്ലാം സെറ്റപ്പ് ആയിടാം. ഞങ്ങൾ ജസ്റ്റ് വണ്ടി എടുത്തത്, അപ്പം തന്നെ 3-4 പേര് കൂടി. പേരെന്താടാ? രാഹുൽ, പേര് രോഹിത്, പിന്നെ തേജസ്, അടുത്തുള്ള പേര് യാഷി, കാശി, ചേട്ടൻ വരുന്നോ? ഷുഹൈബ്. പോകട്ടെ ചേട്ടാ, ഞങ്ങള് വെളുപ്പിന് വീട്ടിലെത്തണം. പോവാണ്. പോവാൻ വേണ്ടി പെട്ടെന്ന് എടുത്തോളൂ. പോവാണ്. നമ്മളങ്ങനെ ഫൈനലി വീട്ടിലെത്തി. അതായത് ഞങ്ങൾ വെളുപ്പിനെ 4 മണിക്ക് എത്തിയതാണ്. 3:30 എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ ലേറ്റായി. ഞങ്ങൾ വെളുപ്പിനെ 4 മണിക്ക് വീട്ടിലെത്തിയാണ്. ഏതാണ്ട് 4 വർഷത്തിന് ശേഷം ഞാനും ലിബിനും, അതായത് 4 വർഷത്തിന് ശേഷം ഞാൻ ലിബിനും അങ്ങനെ കൈയില്ലാത്ത ബനീനിട്ടു. ഗൈസ് 4 വർഷത്തിന് ശേഷമാണ് നമ്മൾ ഇടാൻ വേണ്ടി പോകുന്നത്. ഫൈനലി നമ്മൾ വീട്ടിലെത്തി. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് വീട്ടിലാണ്. അപ്പം രാവിലെ തന്നെ വന്ന് കുറേ പരിപാടികളുണ്ടായിരുന്നു. അപ്പം ഇവിടെ കാറുകളും സംഭവങ്ങളൊക്കെ മാറ്റേണ്ട പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രണ്ടര മാറ്റി, ബാക്കി മാറ്റാണ്ട്. അപ്പം വണ്ടി ഇനിയിപ്പം ഇതെല്ലാം മാറ്റി കയറേണ്ടതുകൊണ്ട് ഇത് കഴുകേണ്ടതുകൊണ്ടൊക്കെ ആയിട്ട് നേരെ അജിലിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ടു. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് വന്ന എന്ത് സുഖമായിട്ടാണ് വന്നത്. ഒരു ക്ഷീണമില്ല, ഒരു ക്ഷീണമില്ല എന്ന് നമ്മൾ ബ്രേക്ക് എടുത്തില്ല. വെല്ലുമിച്ചമാർക്കേ മുറുക്കാൻ കൂട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ബാൽട്ടറിയാ കൂട്ട്. വന്ന പാടെ മൊത്തം ബാൽട്ടറിയും പരിപാടി. എത്ര ദിവസമായില്ലേ? എത്ര ദിവസമായി അപ്പൊ ഞങ്ങൾ പോയിട്ട്? നാട്ടുകാരെ കണ്ടോളൂ. അപ്പന്റെ പാഷൻ ഫ്രൂട്ടായി. സന്തോഷിക്കട്ടെ. ഇതുണ്ടോ? പക്ഷെ അതേപോലെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. ഒരു വശത്ത് കിളിക്കുവാണ്, മറുവശത്ത് പോവുക. ഏതിതോ അതിനപ്പോ കരിഞ്ഞു പോയ നമ്മുടെ വണ്ടി അങ്ങനെ ഇവിടെ തന്നെ ഒതുക്കി. കഴിഞ്ഞ പ്രാവശ്യം ചെരിഞ്ഞെങ്കിലും ഈ പ്രാവശ്യം നമ്മുടെ വണ്ടി ചെരിഞ്ഞില്ല. ഇതാണ് നമ്മുടെ ജെറിക്കാൻ. ആന മേടിച്ചു, പക്ഷെ തോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മറന്നുപോയി. അതായത് ആനയുണ്ട്, പക്ഷെ തോട്ടിനെ കൊണ്ടുപോകാൻ മറന്നുപോയി. അടിപൊളി. 10-30 ദിവസമായിട്ട് തളർന്നു കുത്തിയാട്ടോ ഞാൻ ലിവിന് ഈ പ്രാവശ്യം വീട്ടിൽ വന്നേ. ഞങ്ങളുടെ കിളിയും കിളിക്കുഞ്ഞും പാടി. കല്യാണത്തിന് അടിച്ചിട്ട് എവിടെ സ്ഥലമില്ല. ദീപചേട്ടാ, കല്യാണത്തിന് ശേഷം നിങ്ങളെ കാണാനൊന്നും ഇല്ലെന്നാണല്ലോ പറയുന്നത് കേട്ടെ. അപ്പം ദീപചേട്ടനുണ്ട്. ദീപചേട്ടനാണ് പോയിട്ട് അജിലിനെ കൂട്ടിക്കൊണ്ടുവന്നത്. അജിലിനെ സർപ്രൈസ് കൊടുത്തു. വീട്ടുകാർക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. അപ്പം അവൻ 7 വർഷക്കാലം കൂടിയാണ് അവൻ്റെ അപ്പനെ കാണുന്നത്. അപ്പോൾ അവൻ്റെ അപ്പനും വന്നിട്ടുണ്ട്. അപ്പോൾ അവനിപ്പോൾ ഇരട്ടി വരെ പോയേക്കാണ്. നമ്മുടെ ഒരു സാധനം കൊടുക്കാണ്ട്. അപ്പം വരും. ഇപ്പം വന്നു കഴിഞ്ഞ് കാണാം. കാരണം വേറൊരു സർപ്രൈസ് പറയട്ടെ? പറയട്ടെ, ഇപ്പം പറയണ്ട, പിന്നെ പറയാം. വേണ്ടല്ലേ ഗൈസ്? അതായത് നമുക്ക്
അവൻ ഗിഫ്റ്റ് കൊണ്ടുണ്ടെന്ന് പറഞ്ഞേ. അപ്പോൾ എനിക്കും അപ്പനും വന്നാൽ ലിബിക്ക് വേണ്ടെന്ന് പറഞ്ഞു. വേണ്ട കൈസ് ലിബിന് അങ്ങനെ ഗിഫ്റ്റ് ഒന്നും മേടിക്കില്ല. എനിക്കിഷ്ടമാണ്. എനിക്ക് അങ്ങനത്തെ ഗിഫ്റ്റ് അല്ല, എനിക്ക് പിന്നെ ഇലക്ട്രിക്കൽ സാധനങ്ങൾ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആവേശം. ഞാനൊന്നും ആർക്കും മേടിക്കാറുമില്ല, കൊടുക്കാറുമില്ല. മേടിച്ചാലേ കൊടുക്കേണ്ട ആവശ്യമില്ല. ഭയങ്കര ടെൻഷൻ എനിക്ക് കൊടുക്കേണ്ട നന്നായിട്ട് നിർബന്ധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ മേടിച്ചേ കൊടുക്കൂല. അതെ, ഇതാണ് നമ്മുടെ ഓമനി അപ്പനോടെ കെട്ടി ലെവലാക്കി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്കെല്ലാം കൂടി ഞങ്ങളൊരു ഗ്യാരേജ് അടിക്കാൻ പോകണം വീടിൻ്റെ വേക്കിൽ തന്നെ. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു 1,00,000 രൂപയിൽ താന്ന് നിൽക്കുന്ന രീതിയിൽ 4 കമ്പി മേടിച്ചിട്ട് തകരപ്പാട്ട് കിട്ടും. അതാണ് ഏറ്റവും കുറഞ്ഞ സാധനം. അപ്പം ഇവിടെ ഒരു ഗ്യാരേജ് പണിയാൻ വേണ്ടി പോവാണ്, തൽക്കാലം വണ്ടി ഇടാൻ വേണ്ടി. അപ്പം ഇത് കണ്ടോ, ഒന്നേ കൂടൊക്കെ ഞാൻ ഒതുക്കും, അല്ലെങ്കിൽ ഇവിടെ ഒരു ഇതായിട്ടോ അല്ലെങ്കിൽ ഇവിടെ ഒരു ഇതായിട്ടോ ഇങ്ങനെ ആയിട്ട്. ഇപ്പോൾ എന്തായാലും നിർബന്ധമായിട്ട് ഗ്യാരേജ് പണിയാൻ പോവാം. നമ്മുടെ വണ്ടിയെല്ലാം മഴ നനഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയാണ് നമ്മളത് ചെയ്യാൻ. ചെലവ് ചുരുക്കിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഒരു 0 കുറച്ചു. ആ കമ്പി 4 കമ്പി മേടിക്കും, 4 കമ്പി ഷീറ്റ് എന്നിട്ട് ഇത് തകര ഷീറ്റ് ഇടും. 300 രൂപ ഷീറ്റ്. ഏതാ ഇപ്പോൾ 600 രൂപ കാണും. തകര ഷീറ്റ് മേടിക്കണ്ട, ആവശ്യം കഴിഞ്ഞാൽ പോയില്ലേ ഷീറ്റ്. ആര് പറഞ്ഞു 3 വർഷം വരെ തകര ഷീറ്റ് അനങ്ങാതെ നിൽക്കും. അങ്ങനെയുള്ള പരിപാടികളും സംഭവങ്ങളും കാര്യങ്ങളും സെറ്റപ്പുകളാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മുടെ ഓമിനി ഇവിടെ ഉണ്ട്. ഇത് നമ്മളൊരു ജനറേറ്റർ ഉണ്ട്. ഈ ജനറേറ്റർ ഒന്ന് എടുത്ത് നമുക്ക് മേലോട്ട് കയറണം, ഒന്ന് തൂത്ത് തുടച്ച് ഈ ജനറേറ്റർ ഒന്ന് മേലോട്ട് കയറണം. അതേപോലെ തന്നെ വണ്ടിക്കകത്തൊരു ജനറേറ്റർ ഉണ്ട്. ആ ജനറേറ്റർ ഒന്ന് തൂത്ത് കൊടുത്ത് സെറ്റപ്പ് ആക്കണം. അപ്പം നമുക്ക് മഴയ്ക്ക് മുമ്പേ ഒന്ന് വണ്ടി ഏറ്റവും നല്ല വണ്ടി അതിന്റെ ആവശ്യമില്ല, കാർ ഇടാനല്ലേ. ബെൻസിന്റെ ഗ്ലാസ് പൊക്കണം. അതായത് കാർ ഇടാനല്ലേ. എടാ ബെൻസിന്റെ ഗ്ലാസ് പൊക്കണം. ഗ്ലാസ് പൊക്കിക്കോ. എവിടെ താക്കോല്? കനത്ത മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ കനത്ത മഴ, രക്ഷയില്ലാത്ത മഴയായപ്പോൾ നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോഴത്തേക്കും മഴ. ഇത്ര നേരം ഒരു കുഴപ്പമില്ലാത്ത മഴയായിരുന്നു. ഇത്ര നേരം മഴ ഇല്ലായിരുന്നു. ഇപ്പോഴാണ് മഴ. എവിടെയാണോ മഴ കുറവുള്ള അവിടെ വന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മൾ വീഡിയോ ചെയ്യാൻ ഇറങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ മഴയുടെ പ്രശ്നം. ഗൈസ് ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ വണ്ടി ഇടാം കേട്ടോ. ആ പാത ബസ്സുകാരൻ അടഞ്ഞത് കൊണ്ടാണ്, അല്ല അതൊക്കെ ചെയ്യാം. എടാ നമുക്ക് ആ ചെരുപ്പ് ഊരി മാറ്റിയിട്ടേ ഇതിന് മറ്റേ നക്ഷത്രം നോക്കാം. നക്ഷത്രം നമ്മൾ മറ്റേ വണ്ടി കിടപ്പുണ്ട്. അത് തന്നെ അതാ ഉദ്ദേശിച്ചത്, പക്ഷേ നക്ഷത്രമായി പോയി. അത് തന്നെ 2 സൂര്യനെ കിടപ്പുണ്ട്. അത് വേണം ഇന്ന് തന്നെ കെട്ടിയാക്കാം. നമ്മുടെ ബസ്സിന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? കാറുണ്ടോ? കാർ പോയിട്ട് അതല്ലേ വൈറ്റ് വരുന്നത്. ചീനി നിൽക്കുന്ന മഴയത്. നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിയില്ല. കുറുക്കൻ്റെ കല്യാണം സത്യം എന്നെ നാവിൻ്റെ തുമ്പത്ത് വന്നത് ഇപ്പം പറഞ്ഞാൽ. പക്ഷെ അതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, അതായത് നമുക്ക് ബസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ബസ് സ്റ്റാർട്ട് ചെയ്യണേൽ എടാ ബസ് സ്റ്റാർട്ട് ചെയ്ത് 10 മിനിറ്റ് ഇടാം. എന്നാലേ അതൊരു 10 മിനിറ്റ് കിടക്കൂല്ലോ. ബസ്സൊക്കെ ഈ ഓരോ 15 ദിവസത്തിനുള്ളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഇട്ടേക്കാം. ചോദിച്ചോട്ടാ വാ. ഇതിനകത്ത് ഒന്നുമില്ല കേട്ടോ, എല്ലാം വോക്കൽ ഊരി, ഇതിൻ്റെ എല്ലാ സംവിധാനങ്ങളും സെറ്റപ്പുകളും എല്ലാം ഊരി കേട്ടോ. ഒന്നുമില്ല വണ്ടിക്ക്. അത് വേണം എല്ലാവരും കയറിക്കോ. ഒരു സാധനമില്ല. ആഹാ, എല്ലാം ഒന്നും കൂടെ ഒന്ന് വൃത്തിയാക്കണമല്ലോ. പിന്നെ നമ്മളന്ന് പോയപ്പം വൃത്തിയാക്കിയതാണ്, പിന്നെ നമുക്ക് വൃത്തിയാക്കാൻ പറ്റില്ല കേട്ടോ. എല്ലാം ഒന്ന് വൃത്തിയാക്കണം. ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. സ്റ്റാർട്ട് ആവുന്നതാണ്. കട്ടൗട്ടൊന്നും ഓണാക്കിയത് ചേട്ടാ ഉണ്ട്, ഞാൻ തന്നെ ഓണാക്കും. ആണ് അതിൻ്റെ കോമഡി. നമ്മളാർക്കും പണിയെടുക്കണം താല്പര്യമില്ലാത്ത ആൾക്കാർ ഗീറ് ഒക്കെയാണ് നോക്കുക. അല്ലെ നമ്മൾ ഇതേ തന്നെ അങ്ങ് പോവും. അത് മറ്റേത് ഓഫാണെന്ന് നോക്കിയത് ചേട്ടാ. ഇത് ഓണാക്കണ്ട ഇപ്പുറത്തെ. അല്ല മഞ്ഞ ഓഫാക്കണം. ഇല്ല അത് ഓഫ്. ഓക്കെ ഇല്ല, ഈ പ്രാവശ്യം നമ്മൾ മുമ്പിൽ പറ്റി. ബാറ്ററി ചാർജ് ചെയ്യണം. ഓഫായിപ്പോയി. ഓണാക്കിയേ. ഇല്ല ഇല്ല, ജമ്പറിനടിക്കണം. ജമ്പറെ ടർമ്മൽ വല്ല ഊരി ഇട്ടാക്കണോ നോക്കിയേ. എവിടെ ബാറ്ററിയുടെ നോക്കിയേ ചോദിച്ചേട്ടാ. ടർമ്മൽ വല്ല ഊരി കിടപ്പുണ്ടോന്ന്? ഇല്ലടാ, ഇവിടെ തന്നെ അങ്ങോട്ട് നോക്കത്തില്ലേ. ജമ്പർ എടുത്തിട്ടാ ഞാൻ കുത്തിയിട്ടുണ്ട്. എനിക്കറിയാമായിരുന്നു ഇതിങ്ങനെ വരുവുള്ളൂ. ഏതാ ഇവിടെ ഞാൻ എടുത്തിട്ട് വരാം. ടർമ്മൽ ഊരിയിട്ടേക്കല്ലോ. ഉണ്ട്, ഞാൻ എടുത്തിട്ട് വരാം. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി സീറ്റ് കയറിയിരിക്കാൻ ദീപചേട്ടൻ ഇവിടെ ഇരിക്കുക. എൻ്റെ ദീപചേട്ടാ, നിങ്ങളെ സമ്മതിച്ചു കേട്ടോ. അതിൽ എന്ത് സന്തോഷമാണ് കിട്ടിയത് മനുഷ്യ. അതെ എനിക്ക് മനസ്സിലായി. ഒരു മിനിറ്റ്. പക്ഷെ ഇത് കുറേ നാൾ കൂടി കേട്ടോ ഡൗൺ ആയേ. അല്ല പിന്നെ കഴിഞ്ഞ മാസം ഒറ്റ സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ വെച്ചില്ലേ അതിൻ്റെ. ഏത് ഇത് കഴിഞ്ഞ വർഷം ഓടിയായിരുന്നു വണ്ടി. തൃശ്ശൂരൊക്കെ പോയില്ലേ നമ്മൾ. നോക്കട്ടെ. കത്തിയില്ല കേട്ടോ. അതിലടിക്കല്ലേ, പച്ചത്തേൽ അടിക്കാൻ പാടുള്ളൂ. ഇത് കറക്റ്റ് കൊള്ളുന്നില്ല, അതാണ് പ്രശ്നം. കറക്റ്റ് ഈ സാധനം മറ്റേ കുത്തി വെച്ചില്ലായിരുന്നു. ഏത്
ആ അടിച്ചേ ഒറ്റയടി അത്രേ ഉള്ളൂ അവിടെ വെച്ചു. ഇത് B3 പ്രത്യേകത ഇത്. ശരിക്കും BS6 ഇല്ലേ, BS6 ഒരു അധിക ചെലവ് വണ്ടികളാണ്. ഇതിന് വേണ്ട, എവിടെ സ്റ്റാർട്ട് ചെയ്ത് വരും. അടച്ചിട്ടാ ഇനി ഇത് ഓണാക്കിയോ, ലൈറ്റുകളെല്ലാം ഓണാക്കി, ഒരു വിഷയമില്ല, എല്ലാ സാധനവും ഓണാക്കാം ഗൈസ്. ഈ BS6കളെല്ലാം കഷ്ടാട്ടാ, ചെലവ് കൂടുതലാ. 4 വർഷമാണ് സെൻസർ കൂടി. ഇത് കണ്ടോ, ഇതിന് ബീപ്പ് സൗണ്ട് ഉണ്ട്, നമ്മുടെ സ്റ്റാലിന് ബീപ്പില്ല. എയറിന്റെ അല്ലേ? AC വേണം, AC കിട്ടും. പിന്നെ നല്ല അടിപൊളി തണുപ്പ്. ഗൈസ് അതായത് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ, എപ്പോഴും ഈ ബസ്സറിന് ഇതിപ്പം ഈ ടാങ്ക് കയറുന്നോണ്ടാ, ഇത് ഈ ടാങ്ക് അത് ഫുള്ളാട്ടോ, ഒരു ടാങ്ക് ഇപ്പോഴും ലോക്കായിട്ട് കിടക്കാം. ദിവചേട്ടാ ഫ്രണ്ട് സെറ്റപ്പിൽ ഒരു യാത്ര നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു ഫ്രണ്ട്സ് സെറ്റപ്പിൽ അവൻ ചെലവെടുക്കാന്ന് പറഞ്ഞു. നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? ഊട്ടി കൊടൈക്കനാല്. അവൻ പറഞ്ഞു നമുക്കൊന്ന് ഊട്ടി കൊടൈക്കനാല് വയനാട് വഴി ഒന്ന് പോകണം ഒരു ഫ്രണ്ട്സ് സെറ്റപ്പില്. അപ്പൊ അങ്ങനെ പോകാൻ നമ്മളും പറഞ്ഞു. വോക്കലൊന്നും ഇല്ലാത്തതിന്റെ വിഷമില്ല കേട്ടോ, അല്ലെ? വോക്കലില്ലാത്തതിന്റെ ചെറിയ വിഷമമുണ്ട്. പക്ഷെ ഇപ്പൊ എവിടെ ഇടാൻ പറ്റത്തില്ല, തമിഴ്നാട്ടിലും കർണാടകയിലും എവിടെ ഇടാൻ. എല്ലാം സംഭവം ഒരു മണിക്കൂർ എടാ ഫുൾ ടാങ്ക് ഡീസൽ ചെയ്ത്. അതെ, ഫുൾ ടാങ്ക് മാഗിന്ന് അടിച്ചതാ ഞങ്ങളുടെ വണ്ടിയിലല്ല. 360 ലിറ്റർ ആണ് ഇന്നലെ അവിടുന്ന് അടിച്ച. 2 ടാങ്ക് അപ്പുറം ഇപ്പുറമായിട്ട് അടിച്ചിട്ടുണ്ട്. അവൻ വന്നിട്ട് അങ്ങോട്ട് പോകാം കേട്ടോ. ആണോ? അങ്ങനെ പിടിക്കാൻ ആള് കൂടും. അല്ലെ എവിടെ എത്തിയാ? അവൻ ഇരുട്ടിന്ന് വരുന്നുണ്ട്, അരമണിക്കൂറിലെത്തി. ചെരുപ്പ് വാങ്ങാൻ നിൽക്കുക. ഞങ്ങൾ വെളുപ്പിന് 4 മണിക്ക് വന്നാ, കിടക്കുന്നത് 7 മണിയായി. ഓരോ പരിപാടികൾ അറിയാലോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയുള്ള പരിപാടികളൊക്കെ അറിയാലോ, അതിന്റെ ഭാഗമായിട്ട് അങ്ങ് തിരക്കായിപ്പോയി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വന്നു, ഇവൻ കിടന്നു ഉറങ്ങി. അപ്പോഴത്തേക്കും പിന്നെ ജെയിംസ് ചേട്ടൻ വന്നപ്പോൾ ജെയിംസ് ചേട്ടൻ എന്നെ വിളിച്ചപ്പോൾ പിന്നെ ഞാൻ അതിന്റെ പുറകെ പോയി. നീ ഉറങ്ങിയാടാ? നന്നായിട്ട് ഉറങ്ങി. പമ്പ് മറ്റും വണ്ടി വേറെ മൂടയ്യട്ടെ, വലിയും അങ്ങോട്ട് ഒന്ന് കാണിക്കണോ? ഏതാ ഏതാ നമുക്ക് വേണേ ഒന്ന് കറങ്ങാം, മദ്രാസ് കൊച്ചി വഴി. എടാ എന്നാ പിന്നെ ഇവിടെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ട് അങ്ങോട്ട് എല്ലാം എടുത്താൽ ഞാൻ പറഞ്ഞു എല്ലാവരും കൂടെ കൂടിയിട്ട് അങ്ങ് എടുക്കാം. ഇവിടെ ഫ്രണ്ട് വെച്ച് ഇറക്കിയാ എടുത്തിട്ട് വരാം വണ്ടി. അല്ല ഇനിയുണ്ട്, കാരണം കേസെല്ലാം പിടിച്ചിട്ടുണ്ട്. കുറെ ആക്രി ഞങ്ങൾ എടുത്തിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സെറ്റപ്പ് ചെയ്യാം, സാധനം എടുത്തിട്ട് വരാം. ഓരോന്നോരോന്നിട്ട് അല്ലടാ, നമ്മൾ ഇത്രയും പേര് പോരടാ, അതിനും കൂടെ വന്നിട്ട് ഞാവില്ല അവിടെ ഇല്ല, അവിടെ പോയി അവനെവിടെ പോയേക്കുക. നമുക്ക് എല്ലാവരും കൂടെ പിന്നെ പിടിച്ചാലും സാധനങ്ങളെല്ലാം സെറ്റ്. ജനറേറ്റർ ഒക്കെ ഇറക്കണ്ടേ? എനിക്ക് ആ ഗ്യാസിൽ എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നതെന്ന് പറയണം, എന്റെ ആകാംക്ഷ അത് മൊത്തം. നഷ്ടമാണ് ഗ്യാസ് ഡീസൽ. അല്ല എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി. എങ്ങനെയാണെന്ന് നമുക്കറിയണ്ടില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലടാ. നീ കണ്ടുണ്ടോ? ചേട്ടൻ കണ്ടുണ്ടോ ഗ്യാസിൽ വർക്ക് ചെയ്യുന്ന ജനറേറ്റർ? ഞാനും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണും. അത് അവിടെ ഇരിപ്പുണ്ട്, ഗ്യാസിൽ വർക്ക് ചെയ്യുന്ന സാധനം. ഞാൻ കുത്തി വെച്ചിട്ട് വരാടാ. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടേക്കാണ്, കുറച്ച് സ്റ്റാർട്ട് ചെയ്ത് ഫുൾ ടാങ്ക് എണ്ണയുണ്ട്, വലിയ എണ്ണയൊന്നും പോകില്ല. 1 മണിക്കൂർ 2 മണിക്കൂർ സ്റ്റാർട്ട് ചെയ്യണം. എത്ര എണ്ണ പോകും? കൂടിപ്പോയാലും 1 ലിറ്റർ 2 ലിറ്റർ അല്ലടാ. 1 ലിറ്റർ പറ്റൂല, ഒരു 2 ലിറ്ററിന് അത്ര സ്റ്റാർട്ട് ആയിരുന്നു. ചാർജ് ആയിക്കോട്ടെ, ബാറ്ററി ചാർജ് ആകുന്നതാണ് നമുക്ക് നല്ലത്. അപ്പം നമ്മൾ നേരെ താഴെയാണ് വണ്ടി. വണ്ടി എടുത്ത് ഇവിടെ കൊണ്ടിടാം. എന്നിട്ടോ? അല്ല അവിടെ കൊണ്ടിടാം. ഇവിടെ ഒതുക്കാൻ സ്ഥലമില്ലല്ലോ. അല്ല വണ്ടി എടുത്ത് അവിടെ അവിടെ മരവാ. അല്ല കയറ്റി ഒതുക്കണം. ക്യാബിൻ കളയാതെ. എന്നാ പിന്നെ നമുക്ക് നേരെ അവിടുന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാം, അതായിരിക്കും നല്ലത്. നമ്മുടെ ചെറുക്കൻ കിടക്കണ കിടപ്പ് കണ്ടോ ഗൈസ്? നിങ്ങൾ കണ്ടോ? എന്നാൽ നിങ്ങൾ കാണും, എന്നാൽ കണ്ടോളൂ. നമ്മുടെ ചെറുക്കനെ അവിടെ ഇടാൻ സ്ഥലമൊന്നുമില്ല. അപ്പം അവിടെ ഇനിയിപ്പോൾ ഇടണമെങ്കിൽ എല്ലാം വണ്ടി മാറ്റി എല്ലാം മാറ്റി വരുമ്പോഴത്തേക്ക് സമയം എടുക്കും. എനിക്ക് ലിവിനാണ് ഉറക്കം വന്നിട്ട് ഉറക്കം വന്നിട്ട് കണ്ണ് കാണുന്നില്ലായിരുന്നു. എന്നിട്ടോ ഉറങ്ങിപ്പോയി, കണ്ണടച്ചു സാധാരണ ചെയ്യുന്ന പോലെ. അങ്ങനെ അവൻ ഉറങ്ങി, ഒരു കാരണമായില്ല. ഗൈസ് എന്തായാലും അജിൽ പറഞ്ഞ് ടാറിങ് എന്ന് പറഞ്ഞാൽ ടോറസ് കയറി ഇളകൂലെന്ന് പറഞ്ഞ് ഇന്നലെ കരഞ്ഞോണ്ടിരിപ്പുണ്ടായിരുന്നു. എടാ അവിടെ എവിടെയൊക്കെ ഒന്ന് ചെരിഞ്ഞ് ഒന്ന് വന്ന് എന്താ ചേട്ടാ. അവിടുന്ന് കറക്റ്റ് നടന്നു വന്നാണ്. അപ്പോൾ അവിടെ അന്തോണിച്ചേട്ടനുണ്ടായിരുന്നു. അന്തോണിച്ചേട്ടൻ കുറെ വർത്താനൊക്കെ പറഞ്ഞ് നിന്ന് ലാസ്റ്റ് മഴ പെയ്ത് പോടി വീട്ടിൽ കയറി. നമ്മുടെ വീട്ടില്ല കേട്ടോ, അജിന്റെ വീട്ടിൽ. തൊട്ടിയുടെ വീട്ടിൽ കയറി. അവനൊന്നും ഇല്ല, ഇപ്പൊ നമ്മളാണ് ഇവിടുത്തെ ആള്, മെയിൻ ആളാ. നമുക്ക് എവിടെ പിരിവാരി വരാണ് തന്നേക്കാന്ന് പറയട്ടോ. ഒരു 10,000 എഴുതിക്കോളാൻ പറയാ. എല്ലാം അതിൽ വരുന്നവരെല്ലാം പറയാ പിരിവാരി വന്നു കഴിഞ്ഞാൽ അവനൊരു ഗിഫ്റ്റ് അടിച്ചു കൊടുക്കണം. എഴുതിക്കോ തരാം. പള്ളിയിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ അറിയുന്നില്ലല്ലോ. തോന്നുന്ന ഗൈസ് മഴ കഴിയട്ടെ. നമ്മുടെ ഈ പടുതയുടെ പ്രത്യേകത ഇതൊരു എന്താ പറയാ, ഇത് ഉള്ളി വെള്ളം കയറത്തില്ല. ഇതൊരു വാഴയില അല്ലെങ്കിൽ ചേമ്പല പോലെ
ഇങ്ങനെ പ്രത്യേകതരം സെറ്റപ്പാണ്. ഇന്നലെ രാത്രി ഞാൻ ഇങ്ങനെ കിടക്കാമെന്ന് എൻ്റെ മനസ്സിൽ സാധനം വന്നില്ല പിന്നെ അതൊരു നല്ലൊരു സാധനമായിട്ട് എനിക്ക് തോന്നി. ഞാനൊരു സാധനം കണ്ടു. നീ കണ്ടത് വേറെ സൈറ്റിലല്ല, അത് നമുക്ക് കാണാൻ പറ്റിയ സാധനം. അതല്ല, വേറൊരു സാധനം. അത് നമ്മുടെ ഡെക്കാൻ നീ ഒരു സാധനം കണ്ടു. ഡെക്കാൻ റാലിയുടെ വണ്ടിയുണ്ട്. ഡെക്കാൻ ലോറിയുടെ സാധനം. നീ ഡെക്കാത്തോളി പോലെ ഡെക്കാൻ റാലിയുടെ സംഭവം കണ്ടോ ലോറി ഇതിലുള്ള. അതെ, ഇന്നലെ വലിയ കോമഡി ഉണ്ടായി. താക്കോൽ ഇവന്റെ കൈ കൊടുത്തു പ്രതീക്ഷയായിട്ട്, കൈ പിടിച്ചോണ്ട് എൻ്റെ കയ്യിലൊന്നുമില്ല. എന്നാ പറയണ്ടേ, പ്രതീക്ഷയുടെ പേരുണ്ടോ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട്. എവിടെ അതിൻ്റെ അകത്ത് ഓഫ് റോഡ് സ്ഥലം റെഡി ആക്കിയോ? ഓഫ് റോഡ് സ്ഥലം ഒന്ന് അന്വേഷിച്ചേ. അല്ല വേറെ കയറി തീർത്തു. കോഴിക്കോട് വണ്ടി എടുത്താലോ? മൈലേജ് ഉണ്ട്. ബെൻസിന് കോഴിക്കോട് നാളേക്കും പോവാം. അതുകൊണ്ട് പോയി നമുക്ക് ആ വണ്ടി സർപ്രൈസ് ആട്ടോ. നാളെ മിക്കവാറും ഒരു വണ്ടി എടുക്കും. ഓക്കെ ആണ്. അതെന്ത് ചെയ്യൂടല്ലോ പിന്നെ? ഏതാ നമുക്ക് പേപ്പർ മാറാൻ കൊണ്ടുവരാൻ പറ്റില്ല. ഇത് കൊണ്ടുവന്നാലും കൊണ്ടുവരാൻ പറ്റുമല്ലോ. അത് അങ്ങനെ വേറെ പരിപാടിയുണ്ട്. ഒരു ഫ്ലാറ്റ് ബെഡിൽ നിങ്ങൾ വിടുക, അതെല്ലാം ശരിയാക്കിയിട്ട് തിരിച്ചൊരു ഫ്ലാറ്റ് ബെഡിൽ കയറ്റി വിടാം. അത് അവരുടെ മെഷീൻ ചെയ്യുന്നത് അല്ല നല്ലേ. കോഴിക്കോട് ഇവിടെ വരാൻ അധികം പൈസ ഒന്നും ആവൂല. ആരാ ആൾക്കാരെ കണ്ണേ കണ്ണ് പറഞ്ഞ കേട്ട് എന്നെ എടുപ്പല്ലേ വണ്ടി കിടക്കുന്നത്. ചേട്ടയ്ക്ക് ഇഷ്ടപ്പെട്ടോ വണ്ടി കൊടുത്തിട്ട്? നമ്മുടെ കയ്യിലുള്ള ഏറ്റവും സൗന്ദര്യമുള്ള വണ്ടി ഏതാ? ആണോ? ട്രാവലർ പോലും ഇഷ്ടപ്പെട്ടില്ല. ഫൈൻസ് അടങ്ങും ഒന്നും പറയാൻ കേട്ടോ, വിട്ടേരെ. അല്ല ദീപച്ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് അതിന്റെ സ്മൂത്ത് ഏച്ചർ എന്ന് പറഞ്ഞ സാധനം നമുക്ക് നരിപ്പ് റോഡിലെ, അതായത് പ്ലെയിൻ റോഡ്, അവിടുന്ന് നമുക്ക് ചവിട്ടി വിടാൻ പറ്റുന്ന പേര് ഒരു വണ്ടി അത്ര. പക്ഷെ ഇതിപ്പോ അതേപോലെ കേട്ടോ, ഇതിപ്പോ അതേപോലെ നല്ല സരസായി ഓടിക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മള് ഫ്രണ്ട്സ് സെറ്റപ്പിൽ ഒരു പോക്കാ. നമ്മൾ ഊട്ടിക്ക് പോകും, അപ്പന് വരണം. അതെങ്ങനെ? നമ്മൾ ഫ്രണ്ട്സ് സെറ്റപ്പിലാ പോകുന്നത്. ഞാന് ലിബിന് ദീപചേട്ടൻ ജോസ് സാർ തൊട്ടി. അപ്പനില്ല, അപ്പനെ കൊണ്ട് ക്ഷീണം മാറിയതേ ഉള്ളു. ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കല്ലേ. അയ്യോ, വീഡിയോന്റെ എല്ലാവർക്കും അറിയാം. 50,000 പേര്, 50,000 ആണോ? 80,000 പേര്, 80,000 1 ലക്ഷം ഇടയിൽ ആൾക്കാർ. മുടി വെട്ടണ്ടേ? മുടി വെട്ടണം, കുറച്ച് പരിപാടി ഉണ്ട്. ഫൈനലി സാറ് വന്നു. അപ്പം സാറിൻ്റെ അടുത്തായിരുന്നു ഈ ബെൻസും ഇതൊക്കെ. അപ്പം ഞാൻ പേപ്പർ ശരിയായപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഒരെണ്ണം ഓടിക്കാൻ വേണ്ടി വണ്ടികളും സംഭവങ്ങളും വിട്ടിട്ടുണ്ട്. എൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു ചേതക്ക് ഇറക്കാനുണ്ട്. അപ്പോൾ ആ ചേതക്ക് ഇറക്കണം, അതാണ് നമ്മുടെ മെയിൻ പരിപാടി. ചേതക്കും അതുപോലെ തന്നെ ബമ്പർ, പിന്നെ അതേപോലെ തന്നെ വേറൊരു സാധനം എന്നുള്ള ബമ്പർ, ചേതക്ക്, ജനറേറ്റർ. സാറ് ഞാൻ കണ്ടിട്ടില്ല, സാറ് കണ്ടിട്ടുണ്ടോ? ഇതിൽ ഗ്യാസിൽ പ്രവർത്തിക്കുന്ന നമുക്ക് പെട്രോൾ ഗ്യാസിലേക്ക് മാറ്റാം. അതെങ്ങനെയാണ് ഇത് പ്രവർത്തനം? എങ്ങനെ ഒരു കുറ്റി ഗ്യാസ് എത്ര ദിവസം ഉപയോഗിക്കാൻ പറ്റും? അത് അതിന്റെ മൈലേജ് പോലെ ഇരിക്കും. എന്നുവെച്ചാൽ ഇത് 2.5 kV. 2.5 kV ആണ് ഈ കാണുന്ന സാധനം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത്. പെട്രോൾ വർക്ക് ചെയ്യുന്ന ടൈപ്പ്. മണ്ണെണ്ണ ഓക്കെ. ഇത് ഗ്യാസും പെട്രോളും. നമ്മുടെ കൂടുതൽ ആദ്യമായിട്ട് യമഹയുടെ എന്നാ അതിന്റെ പേരെന്നാ? അല്ല 2 സ്ട്രോക്ക് എന്നെ സാറിന്റെ അടുത്തുള്ള പക്ഷെ ഭയങ്കര മൈലേജ് സാധനം ഉണ്ടായിരുന്നു പഞ്ചാബില്. ഓഫ്, മണ്ടത്തിലേ ബിർലയുടെ സാധനം കിട്ടുന്ന സാധനം. കംപ്ലൈന്റ് ആവില്ല. സാറിന്റെ ഇപ്പോഴും റണ്ണിങ് അല്ലേ? പക്ഷെ അതിന് വേറെ കാര്യമുണ്ട്. അവിടുത്തെ സാധനത്തിന് 40,000 50,000 രൂപ പറയുന്നത് സെക്കൻഡ് ഹാൻഡിന്. ഇത് നമുക്ക് നല്ലൊരു പൈസ കിട്ടിയത്. സാർ ഞാൻ സംശയിക്കട്ടെ, ഈ ഗ്യാസിന്റെ ഇത് ഒഴിവാക്കിയിട്ട് നമുക്ക് പെട്രോൾ അടിച്ചാലും ഉപയോഗിക്കുന്നില്ല? ഗ്യാസ് ലാഭം ഗ്യാസാ. പക്ഷെ നമുക്കിപ്പോ ഗ്യാസ് കിട്ടാനില്ലല്ലോ. അതിന്റെ ഗ്യാസ് ലാഭം എന്ന് പറയാൻ കാരണം ഒരു കുറ്റിയിൽ എത്ര മണിക്കൂർ അടിക്കാം? സമയം കിട്ടും നമുക്ക്. നമുക്ക് സാധനം പെട്രോൾ കിട്ടുന്നേക്കാൾ ലാഭം, പൈസ കുറവ്. പക്ഷെ ഇപ്പം കുറ്റിയുടെ വില കൂടിപ്പോയില്ലേ? കുറ്റി കിട്ടാനില്ലാത്താണ് വിഷയം. വില കൂടിയാലും ലാഭമായിരുന്നു, കിട്ടാൻ ലാഭം. പണ്ടൊക്കെ ആൾക്കാർ അവിടെയൊക്കെ ഗ്യാസിൽ കത്തിച്ചല്ലേ ഹീറ്ററൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. LPG ഉപയോഗിച്ചോണ്ടിരുന്നല്ല, പിന്നെ അല്ലേ CNG വന്നേ. ആദ്യമൊക്കെ LPG അല്ലായിരുന്നു ഉപയോഗിച്ചോണ്ടിരുന്നത്. LPG കിറ്റ് കിട്ടുമായിരുന്നു നമുക്ക്. പെട്രോൾ വണ്ടി എത്ര വണ്ടി നീ ഓർക്കുന്നില്ല? എൻ്റെ ഓമിനി അത് LPG ആയിരുന്നു. കാർബറേറ്റർ അല്ല, കാർബറേറ്റർ ആണ് അതെന്നാന്ന് എല്ലാവർക്കും അറിയാലോ. അത് പേപ്പറാ കഴിഞ്ഞിട്ട് അങ്ങനെയല്ലേ തുടക്കം, യാത്രയുടെ തുടക്കം. 6 വർഷമായി 7 വർഷം എത്ര വർഷമായി? വർഷം ഓർക്കുന്നില്ല. ഏതാണ്ട് അത്ര വർഷമായി. ഞാൻ അജിലും കൂടെ വരാൻ വേണ്ടിയിരിക്കും. നമ്മളെല്ലാവരും കൂടെ കൂടി സുഖമായിട്ട് പിടിച്ച് ഇറക്കാൻ പറ്റുമോ? നല്ലൊരു ഇറക്കൽ ഇച്ചിരി പാടായിരിക്കും. യമഹയുടെ കമ്പനി ഫേമസ് കമ്പനിയല്ലേ? പണ്ട് നമുക്ക് ചെക്കിങ്ങിനൊക്കെ വരുമ്പോൾ യമഹ എന്ന് പറയിപ്പിക്കുന്ന സംഭവങ്ങളെ അത് കഴിഞ്ഞ് നമഹ എന്നും കൂടെ ഉണ്ട്. ഞങ്ങളുടെ വണ്ടിയുടെ ബേക്കിലെ ഡോർ തുറന്ന് സാധനങ്ങൾ ഇതിനകത്ത് ഇറക്കാണ്ട്, അത് ആദ്യം ഇറക്കട്ടെ. എന്നിട്ട് വൈകുന്നേരം ഇവിടെ തന്നെ ഇട്ടാൽ മതി കേട്ടോ വണ്ടി. വലിയ കുഴപ്പമില്ല. ഇവിടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം വല്ല വണ്ടികളെ മാറ്റിയിട്ട് ഇപ്പോൾ കയറ്റി ഇടേണ്ട കേസേ ഉള്ളൂ. അടുത്ത ദിവസം നമ്മളിത് എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിനി അടുത്ത ദിവസം കോഴിക്കോടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമായിട്ട് ഇവരെല്ലാം ഒതുക്കിയിട്ട് കഴിഞ്ഞാൽ മറ്റേ കാറുകളിലാണ് പോകുന്നത്. നമ്മൾ വേറെ സാധനം മേടിച്ചിട്ടുണ്ട്, കൺഫേം ആട്ടെ, എന്നിട്ട് ബാക്കി പറയാം കേട്ടോ.
ഇതുവരെ കൺഫേം ആയിട്ടില്ല. അത് കൺഫേം ആവുന്നോടെ വെയിറ്റ് ചെയ്യാം. ഇത് ചേട്ടാ ഫറാഫട്ട് പരിപാടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്പീഡ് ഗെയിമാന്നല്ലോ പറഞ്ഞത്. എന്നിട്ട് എന്ത് സ്പീഡ് ഗെയിം? ഞാൻ നഖം മുറിച്ച് കളഞ്ഞ ചേട്ടാ. കിട്ടിയോ? മറിക്കാൻ ഞാൻ ഇരിക്കാം. അല്ല കെട്ടിയല്ലേ ഇത് അഴിക്കുന്ന. അഴിച്ചെടുക്കുന്ന എന്നാ? ഞാൻ കെട്ടിയല്ലേ, ദീപചേട്ടൻ കെട്ടിയതാ. ഞാനാണ് കെട്ടിയേ. ദീപചേട്ടനാണ് ഇവിടെ പോകാൻ നേരത്തുണ്ടായിരുന്നു. ഇല്ലായിരുന്നല്ലേ? ദീപചേട്ടൻ പോകാൻ. അത് തുന്നണം ആ മേളില് കണ്ടോ ഇല്ലേ? അത് കീറിപ്പോയതാ. തുന്നണം അത്. ഇനി എവിടെ കീറാൻ വേണ്ടി പോകുന്നറിയാ? ആ രണ്ട് പമ്പ് സാറൊന്നും ഓടിച്ചില്ലേ സാറേ? സാറൊന്നും ഓടിച്ചപ്പോൾ ഒരു പതുങ്ങലല്ലായിരുന്നു. ഭയങ്കര പവറായി. ഇപ്പൊ ഐശ്വർ എങ്ങനെയാണോ അതേപോലെ നല്ല ഗായ്സ് നമ്മുടെ അക്കോട് വരുന്നു. ഓ ലൈറ്റൊക്കെ ഇട്ട് കാണിക്കാൻ ആരടേ? ഇവിടെ അങ്ങോട്ട് ഒതുക്കി വെക്കടാ. അവിടെ ഒതുക്കി വെക്ക്. അവിടെ വെച്ചോ. അവൻ എന്നെ ഉദ്ദേശിക്കുന്നത് ഇവിടെ പറ്റൂല. ഇതേ വണ്ടി ഇറക്കാൻ ആള് വേണം കേട്ടോ. ഗിഫ്റ്റായിട്ടൊക്കെ വരുന്നത്. ദൈവമേ അവൻ എന്നെ പറ്റിക്കല്ലേ, ചൈന സാധനം തന്ന് അല്ലേ? എല്ലാം ഒറിജിനൽ സാധനം ആയിരിക്കണേ. അപ്പൻ്റെ സ്നേഹം, അപ്പനൊരു വാച്ച് അതിനകത്തുണ്ട്. അത് അപ്പൻ്റെ ഇത്ര സ്നേഹം. ഇവിടുന്ന് ഉണക്കക്കമ്പൊക്കെ പറിച്ചു നല്ല ചെടിയാ, പൂത്തൊലഞ്ഞ് നിൽക്കുമെന്ന്. കോമഡി ആയിരിക്കും. വണ്ടി അവനോട് ഒതുക്കി. എടാ വാടാ വാടാ. ദീപചേട്ടാ നിങ്ങൾ അങ്ങനെ പോയല്ലേ ചിരിച്ചോണ്ട് വന്നേ? പോയല്ലേ? അല്ല ദീപചേട്ടൻ ഒരെണ്ണം അടിച്ചല്ലോ സാറേ. സാറൊന്ന് നോക്കൂ സാറേ. സാറിന് നമ്മളും ബലം ഉണ്ടോന്ന് എനിക്കൊരു സംശയം. കുഞ്ഞാവോട് പറയാം. കുഞ്ഞാവ പറഞ്ഞു കേട്ടോ. കുഞ്ഞാവേ ഈ ഇതൊന്നും അടിച്ചേ. ഓ കുഞ്ഞാവോട് വരവൊക്കെ നോക്കി ഐഫോണ്. എടാ നീ അവൻ ആപ്പിൾ വാച്ച് മേടിച്ചെടുത്തല്ലേടാ? അവന്റെ കയ്യിൽ ആപ്പിൾ വാച്ച് അല്ലേ ഇരിക്കുന്നത്? ആണോ ചാത്തനാ? നിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന് രാവിലെ. ഞാൻ അറിഞ്ഞില്ല മനുഷ്യ. ഞാൻ തന്നെ എന്നെ വിശ്വസിച്ചിട്ടു. താങ്ക് യു. ഈ പാൻസ് കിട്ടിയാ മേടിച്ചെന്നാ? ഈ കച്ചവടം മുടക്കിയില്ലേ? ഇവനിപ്പം ബ്രസ് എടുക്കാൻ പോകുന്ന അത് മുടക്കൂലേ ഇപ്പം? ലാസ്റ്റ് എന്ത് വരുന്ന അറിയാമോ? ഇവൻ വണ്ടി ഇല്ലാതെ ഇല്ലേ നടക്കും. ഞാൻ നല്ലൊരു സാധനമുണ്ട്. തൊട്ടി തൊട്ടി വേറെ കാര്യമാണ്. ഞാനൊരു വണ്ടി എടുക്കാം, അത് നിനക്ക് തരാം. ഒന്നിന്റെ സൈക്കിള്. അതൊന്നും മുടക്കൂല. സത്യം പറഞ്ഞാ കഴിഞ്ഞ ദിവസം വരാൻ സമയമില്ല. മുടി ഇങ്ങനെ ഇരിക്കുന്നത് ഗൈസ്. ഇവൻ അങ്ങ് എടാ നിന്റെ മുഖത്ത് പറയണ്ടേ? അങ്ങനെ കഷ്ടം കൈവിട്ടിരിക്കണു. അതാ എന്ത് കേസറിൽ പിടിക്കുന്നതാണല്ലോ. എന്ത് പറ്റി? അതല്ലടാ എങ്ങനെ? അതെങ്ങനെയാ? അത് ഊരാൻ പറ്റൂല നിനക്ക്? അല്ല അത് ഊരാതെ അതിന്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കാനാ. ബുദ്ധിയുള്ളവനാണ്. അങ്ങനെ ഭയങ്കര ബുദ്ധിയായിരുന്നു. അങ്ങനെ അജിലിന്റെ ഒരു 5-6 ലക്ഷം രൂപ ഇപ്പൊ സൈഡ് ആക്കിയിട്ടുണ്ട്. മാറണേ വണ്ടി ഒന്ന് മാറിക്കൊടുത്തേ. ബൈക്കാണ് മാറണേ. എടാ വിട. അജിൽ അവിടെ ലോക്ക് അടിച്ചു. ഇവിടെ വിടറാ അങ്ങോട്ട് ബാക്കോട്ട് വരും. എടാ അതിന് സാറേ വരാത്ത ഇവിടെ ഞാൻ കേട്ടു. ഇല്ല ചേതക്കുണ്ട്. എടാ അജിലെ നീ ഒന്ന് വലിച്ചേടാ. എനിക്ക് അത്ര ആരോഗ്യമില്ല. മേലിന്ന് വരി. ഒറ്റ വരുവേ തീച്ചേട്ടാ വെറുതെ നിൽക്കില്ലേ? അവിടെ എന്തെങ്കിലും സാധനം ഉണ്ടോ? വന്നു. എടാ ഒരു കാര്യമുണ്ട്. ഞാനവിടെ ലോക്ക് ഇട്ടേക്കുവാ. വെറുതെ പോയോ? അയ്യോ എന്റെ വണ്ടി. അയ്യോ ഇനി എന്ത് ചെയ്യാ? തീച്ചേട്ടാ ഒന്ന് കയറിക്കേ. എന്നിട്ട് ഞാൻ ഒന്ന് കയറി പൊക്കിക്കേ. ഞാനിവിടെ ലോക്ക് ഇട്ടേക്കോ. മറ്റേ സാധനം ഇട്ട് ഞാൻ പറഞ്ഞില്ല എന്താ ലോക്ക് ഉണ്ടെന്ന്. അത്തച്ചോട്ടമില്ല. അത്തച്ചോട്ടി ഫൈനലി. എത്ര നാൾ കൂടിയാടാ ഇവനിപ്പോ? നീ പോയിട്ട് ഇപ്പൊ എത്ര നാളായി? അയർലൻഡിൽ പോയിട്ടോ? അയർലൻഡിൽ പോയിട്ടോ? 2.5 വർഷം ആയതുള്ളൂ. 3 കൊല്ലമായുള്ളൂ. എന്റെ വെപ്പുമുടിയാണേ. അപ്പൊ കുഞ്ഞാവയ്ക്കും വെപ്പുമുടി വെക്കണമെന്ന് പറഞ്ഞു. അവിടെ നിൽക്കടാ. അപ്പൊ കുഞ്ഞാവയ്ക്കും പോലെ നമ്മൾ രണ്ടും വെപ്പുമുടി വെക്കാൻ ക്യൂട്ടസി സംസാരിച്ചിട്ടുണ്ട്. ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. വാ ഞാൻ അടുത്ത ദിവസം ക്യൂട്ടസില് നീ കൊടുക്കുവോ കാശ്? എവിടെ ഉണ്ടോ അവിടെ ഈ സാധനം ഉണ്ട്. എടാ പക്ഷെ എന്ത് ചെയ്താലും അജിലെ കണ്ണാൻ പറ്റൂലല്ലേ? എനിക്ക് പഴയ വേണ്ടത് മാറ്റി. ഇവന്റെ പേരെന്നാ? ബാബു. ബംഗാൾ ബാബു. ഇതെവിടുന്ന ഈ ഷർട്ട് കിട്ടിയേ?
ഇത് കൊറിയൻ പാലാണ്. കൊറിയനാണ് ഇതോ? എടാ നിങ്ങൾ എന്തിനാണ് ഇവനെ വിളിച്ചു വരുത്തിയത്? ഇവനെ പരിചയപ്പെടുത്താനോ അതോ കളിയാക്കാനോ? പാവമുണ്ട് കേട്ടോ. അതെന്താ പറയാ, നിന്റെ 20 രൂപയുടെ പേട്ടുകമ്മലല്ല, എന്റെ ഡയമണ്ട് ആണ്. അത് എവിടെയോ ഡയമണ്ട് ഉണ്ടാക്കിയ സ്ഥലത്ത് പോകുന്ന വഴിക്ക് ഏതോ ഒരെണ്ണം തെറിച്ച് ഇവന്റെ കാതെ കയറി വരെ കാണാനും പറ്റൂല. നീ എന്നെ പേഴ്ത്താതെ അതിനാ ആ ചാടി ഇത് പിടിച്ച് മേലേക്ക് ഇട്ടേ, ഞാനും കയറി വരാം. ഇത് മേലേക്ക് ഇട്ട് മൊത്തത്തില്. ആ മഴയ്ക്കിപ്പുറം സാധനം ഇറക്കണം, എടുക്ക്. ആ ഓട്ടോയോ പിടിക്കണേ, വിടില്ലേ? അല്ല ഞാൻ വരാം. ഈ ലോക്ക് വിടുന്നതല്ല നിങ്ങൾക്ക് ഇപ്പം വിഷയം. അതെങ്ങനെ വിടുന്നേ? ഇതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ആക്കുക. സൂപ്പർ വണ്ടിയാടാ. പൈസ കൊടുത്ത് വാങ്ങിയത് 8000 രൂപ കൊടുത്ത് വാങ്ങിയതാണത്. ഒന്ന് കഴിഞ്ഞു എടുത്തു. എടാ താതിക്കോ ഒരാളും കൂടെ പിടി സാറേ. എടാ അത് പൊക്കട്ടെ. എടാ സാറിനെ പിടിപ്പിക്കാം, നീ പിടിക്കണ പുള്ളി. സാറ് വിട്ടോട്ടാ, സാറിന് വെയിറ്റ് വാങ്ങാൻ പറ്റില്ല. എടാ ഒന്ന് പിടിക്കടാ. 16 വീലിലിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലേ? ആദ്യം ഞാൻ ജനറേറ്റർ പിടിക്കോ. 5000 രൂപയുടെ സാധനം. 5000 രൂപയ്ക്ക് ആൻഡ്രോയിഡ് ഒന്ന് മേടിച്ചാ പിടിച്ചോ. ആ ഹോണ്ട വിത്ത് ഗ്യാസ് പിടിക്കോടാ. ഇത് വിട്, ഇറക്കി കൊടുക്കുക. ആ ഇന്ത്യ എൻ്റെ 1 KB ഒന്ന് കാണിക്കണം, എൻ്റെ 7 KB ഒന്ന് കാണിക്കണം. ഇനി വലിയ വെയിറ്റ് ഇല്ല കേട്ടോ. കുഞ്ഞാവെ പിടിക്കണ. ന്യൂട്രെന്ന് പറഞ്ഞ ന്യൂട്ര നോക്കി എങ്ങനെ പറ്റുന്നടാ. അതോ അത് വെറുതെ കയ്യില് വിട്ടോ സാറേ, അവൻ പൊക്കോളും. നൈസായിട്ട് പോട്ടെ, അവൻ നൈസായിട്ട് ഒപ്പിക്കാൻ നോക്കിയാ. എടാ അജില തിണ്ണ വെക്കടാ, തിണ്ണ വെക്ക്. എടാ തിണ്ണ വെക്കടാ. ഇനി ഇതല്ലേ ഉള്ളൂ. എന്ത് രസം ഓടിക്കാൻ. പക്ഷെ എണ്ണ പോയി കാണുമല്ലേ? എണ്ണ നമ്മുടെ അടുത്തുണ്ടല്ലോ എണ്ണ. പെട്രോളില്ല. ഉണ്ട്. മമ്മിക്ക് തീ കത്തിക്കാൻ വേണ്ടി 3 ലിറ്റർ കൊടുത്തു. എന്നാലും മറ്റേ ഓയിൽ വേണമല്ലോ. എഞ്ചിൻ അടിച്ചു. ആ ട്യൂറ്റി. സാറിന് ഈ വണ്ടിനെ കുറിച്ച് നന്നായിട്ട് ഗ്രാഹ്യമുള്ള. ആ പക്ഷെ ഇതിന് ഇതൊന്നും വേണ്ട, ബാറ്ററി ഒന്നും വേണ്ട. ഞാൻ സാറ് സ്കൂളിൽ പോകാൻ ഇത് നല്ല ഒടുക്കത്തെ മൈലേജാ. ഇത് അപകടം വരും. പിടിച്ചേ പയ്യല്ലേ പോവുള്ളൂ. ആ ടയർ അങ്ങോട്ട് തള്ളണം. നല്ല സ്ഥലമാണ്. എന്ത് ചെയ്യണം? ഫ്രണ്ട് ചെണ്ട് ഇങ്ങനെ പൊക്കി അങ്ങോട്ട് വെക്കണം. ഫ്രണ്ട് ചെല്ലണം. അങ്ങനെ പറയുന്നു. ഫ്രണ്ട് ചെല്ല്. പക്ഷെ മഴക്കാലത്ത് എടുക്കില്ലേ, വേനൽക്കാലത്ത് ഫ്രണ്ട് ചെല്ല്. 2 ആൻഡിലെ പിടിച്ച് പൊക്ക്. ആ പൊക്ക്. ആ ആൻഡിലെ പിടി, ആൻഡിലെ. ആ അങ്ങനെയല്ലേ തീച്ചേട്ടാ, ഇങ്ങനെ പൊക്ക്. ആ അവിടെയല്ല, ആൻഡിലെ പിടിച്ച് പൊക്ക്. അതിൽ പൊക്കിയിട്ട് ഇങ്ങോട്ട് നീക്കണം. പിടിച്ചോണേ. അത് തന്നെ. ചെറിയ ചളുക്കം ഉണ്ടായല്ലേ? ചെറിയൊരു ചളുക്കമായിട്ടില്ല, ചെറിയ പോറല് ടച്ചപ്പ് ചെയ്യാൻ ദിവസമേ ഉള്ളൂ. ഗീറില്ല. ഓ ചെളുകി. ചെറുതായിട്ടുള്ള, വലുതായിട്ടില്ല. ഓക്കെ തട്ടിയോ? ഞാനൊന്ന് പൊക്കി വെക്കട്ടെ ദീപ് ചേട്ടാ. എടാ വേണം. നിനക്ക് ഞാൻ ഇത് തരാൻ, നിനക്ക് ഞാൻ അക്കോർഡ് തരും. ഗൈസ് പിടിച്ചോണേ. അതിന് ബ്രേക്ക് അതാണേ. എടാ അങ്ങോട്ട് മൊത്തത്തിൽ വരുവേ. ഇല്ല ഇത്തെ പിടിക്കണം, ടയറെ പിടിക്കണം. അതിലെ പിടിക്കുമോ അതിലെ? എടാ നീ ഉടായ്പ പിടുത്തും പിടിക്കല്ലേ കുഞ്ഞാവേ. നീ ചേട്ടനെ പറ്റി. എടാ തമാശല്ലേ? ആ അതേ ഞാൻ പറഞ്ഞേ. പിടിക്കണേ ഇതിലെ. ആ അവിടെ തള്ളിക്കോ, ചാടിക്കോ. ഫ്രണ്ട് കളയോനെ. ഫ്രണ്ട് കളയിപ്പോയാ ഇല്ലല്ലോ. അയ്യോ എടാ അവിടെ പൊക്കണം. വിടില്ലേ ഇതിലെ? വിടില്ലേ? ഇവിടെ വെയിറ്റ് കൊടുക്ക. വലിയ പരിക്കളൊന്നുമില്ല. ഇവിടെ ചെറുതായിട്ട് ചളങ്ങിയതുള്ളൂ. പെയിന്റും പോയി. ഒന്ന് പുട്ടി അടിക്കേണ്ടി വരും. എടാ ഇതൊന്നും ഇറക്കണ്ടല്ലോ, ഇതൊക്കെ പിന്നെ ഇറക്കാം. ഇതിറക്കണോ? എന്നത് അതൊക്കെ നമുക്ക് ചെയ്യാൻ കേസല്ലേ ഉള്ളൂ. അത് വിട്ടാരെ. അതിനകത്ത് കിടന്നോണ്ട് ഫ്രണ്ട്. ഓ ഇവിടെ ഒരു ചെറിയൊരു ശരിക്ക്. അത് കുഴപ്പമില്ല. സ്റ്റാർട്ട് ആയോ? സാറിങ്ങനെ ഒറ്റയ്ക്ക് സ്റ്റാർട്ടാക്കിയേ. ഉള്ളി തട്ടിയാ? ചെറിയ ചതവ്.
പെട്രോൾ മാത്രം ഒഴിച്ചിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ പെട്ടുപോയില്ല സാറേ. 2T അകത്തുണ്ടോന്നും തപ്പി അയാൾ ഇവിടെ ഇതിൻ്റെ അത് വെക്കാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി. ഇതിൻ്റെ ഒരു വലിയ അത്ഭുതം ഞാൻ പറയട്ടെ, പണിയെടുത്തിട്ട് ആദ്യമായിട്ട് പൈസ കൊടുക്കാൻ സമ്മതിക്കാത്ത പ്രിൻസേട്ടൻ കൊടുത്തു. കൊടുത്തു സമ്മതിച്ചില്ല. പൈസ സാറേ എടുക്കുന്ന താക്കോലൊന്നും എടുക്കാവോ? ജാമായി പോയോ? ആരും കൊടുത്തില്ല പിന്നെ? ഇതെൻ്റെ പേര്, ഞാൻ എടുക്കണ്ടേ? ഒരെണ്ണം കൂടെ വരുന്നുണ്ട്. നീ എടുത്തോ. നിനക്ക് ജീരക മുട്ടായി കൊടുത്ത് കിട്ടുമ്പോൾ തരാം. ഇപ്പം അതില്ല. ഒന്ന് പെയിന്റ് അടിക്കണം. ആ സൈഡ് ചളങ്ങി കുറച്ച് പരിപാടി ഉണ്ട് ഇതിനകത്ത്. അല്ല, ഇത് അവൻ്റെ അടുത്ത് കൊണ്ടൊന്ന് ലെവലാക്കണം. ചെറുതായിട്ട് ഊരിയോ? എല്ലാം തുറന്ന് നോക്കി സാറേ. 2T ഉണ്ടെന്ന് ഇവിടെ പെട്രോൾ ഇരിപ്പുണ്ട്. അതല്ല മറ്റേ താക്കോലായിരിക്കും. ഇട്ട് നോക്കി. 2T ഫ്രണ്ടി വെക്കാന്നാ പറഞ്ഞത്. നോക്കി തുറന്നേ. തുറന്നേ ഇല്ല. ഓടാ ഓയില അത് മേളിലുണ്ടോ രാജ്യതാ? ഇതിൻ്റെ ലീക്കായതാ. ഇനി ഇവിടെ തുറന്ന് സാറേ, തുറന്ന് യൂസ് കറണ്ട് അല്ല കറക്റ്റ് മിക്സ്ഡ് 2T ഓയിൽ. നീ അയർലൻഡിലല്ലായിരുന്നോ? വായിക്കേ. തന്നില്ല. 2T ഓയിൽ കിട്ടും. നമുക്ക് ആ വണ്ടി എടുത്ത് പോയിട്ട് അവിടെ പോയി 2T ഓയിൽ ഇവിടെ കിട്ടും. കരിക്കോടക്കരി കിട്ടും. കരിക്കോടക്കരി പോയിട്ട് പെട്രോൾ മേടിച്ചോണ്ടോ? ഏത്? അതല്ല സാറേ, റിനോവേഷൻ. റിനോവേഷൻ ചെയ്യാറ് സാർ. ഒന്നും കൂടി ചവിട്ടിക്കുക സാറേ, അങ്ങോട്ട് ചരിച്ചിട്ട്. എണ്ണ ഉണ്ടെന്ന് നോക്കിയേ. നമ്മൾ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത്? എണ്ണ മൊത്തം വീണ് പോയില്ലേ ഇവനെ? എണ്ണ തീർന്നു പോയി സാർ. നമുക്ക് എണ്ണ പോയി മേടിച്ചിട്ട് വരാം. വേണ്ട, മമ്മിയുടെ അടുത്ത് എണ്ണ ഉണ്ടെന്ന് മേടിക്കാം. 2T ഓയിൽ ഒഴിക്കാതെ മറ്റേ ആവൂലെന്ന് അവിടം വരെ ഒഴിക്കില്ലെന്ന് പറഞ്ഞാന്ന്. വഞ്ചിയും പൊളിയെന്ന് പറഞ്ഞു പ്രത്യേകം പറഞ്ഞു. 2T എവിടെ കിട്ടും? 2T കരിക്കോടക്കരി കിട്ടും. അതിൽ 2T ഇനി അതും ഞാൻ മേടിക്കണം. പൊട്ടിപ്പോയി. നമുക്ക് ഇവിടുന്ന് സാധാ ഗ്ലാസ് അല്ല, നേരത്തെ എടുക്കുമ്പോൾ പൊട്ടിയതാ. ഒന്ന് തള്ളിക്കുക സാറേ, ഫ്രണ്ടിലേക്ക് തള്ളി കയറ്റി വെക്കാം. ഇപ്പം തൽക്കാലത്തേക്ക് എങ്ങനെ തന്നെ ഇരിക്കട്ടെ. മേടിക്കണ്ട. 2T ഓയിൽ ഓടിക്കണ്ട. അടുത്ത ദിവസം കാര്യം മേടിക്കാം അല്ലേ സാറേ? ആ, വലിയ പരിക്കില്ലാതെ എത്തി. എങ്ങോട്ട്? നീ ക്ലാസ്സിലൊന്നും അല്ലല്ലോ. പേപ്പർ ഇല്ല സാറേ. ഇതിപ്പോ നമ്മളുണ്ടല്ലോ സാറേ, നമ്മളിപ്പോ ഒരു റോൾസ് റോയ്സ് കൊണ്ടെന്ന് പറഞ്ഞോ. പക്ഷെ ഇത് കൊണ്ടുവന്ന് പ്രൗഡ് കിട്ടത്തില്ല. ശരിയാണോ? ആ, അങ്ങനെയാണ്. അങ്ങനെ ഒരു പറച്ചില്. നിനക്ക് വണ്ടി കിട്ടിയില്ലേ? കിട്ടിയത് തന്നെ നിനക്ക് വണ്ടി. ഇത് ഓടിക്കാൻ പറ്റത്തില്ല കേട്ടോ. പക്ഷെ കൊള്ളാം. സാറൊന്ന് ഇരുന്ന് നോക്കി സാറേ, ഇരുന്ന് നോക്കി. ഫ്രണ്ട് ഷോക്ക് ഉണ്ട്. സാറൊന്ന് ബ്രേക്ക് പിടിച്ചേ. ഓ, സാറിനെ സംബന്ധിച്ച് ഒന്നുമില്ല കേട്ടോ. ഞാൻ അതാ പറഞ്ഞു, സാറ് മഴയില്ലാത്ത സമയത്ത് ഇത് ക്ലാസ്സിൽ പോകാൻ നല്ല രസമല്ലേ? ടയർ വേണ്ട മൂന്ന്. ഇത് വലിയ അപകടം ഒന്നും ഉണ്ടാവില്ല. പയ്യല്ലേ പോയിട്ടുള്ളൂ. ചേട്ടാ ഒന്ന് കാല് പെട്ടെന്ന് ഊത്താനും പറ്റും. ഒന്ന് ചാടി കറിയ കൂട്ടാ. പക്ഷെ വേറെ ഒരു കാര്യം കുഴപ്പമുണ്ട്. ഒന്ന് തപ്പി എടുത്തോണ്ട് വന്നേ. എടാ ഇതിന്റെ റിമ്മടാ. ആ സാറ് ഇപ്പം തൽക്കാലത്തേക്ക് ശ്രദ്ധിച്ചു പോണേ. നമുക്ക് തള്ളിക്കയറ്റാം. നിന്നു കിട്ടിയടാ എൻ്റെ കുഞ്ഞാവേ. നിന്നെപ്പോലെ ഒരു ആത്മാർത്ഥമുള്ള കുഞ്ഞിനെ കിട്ടിയ സന്തോഷമുണ്ട്. അങ്ങനെ സൈഡിലൊക്കെ നോക്കി, അങ്ങ് അവിടെയൊക്കെ നോക്ക്. എടാ റിമ്മടാ, ടയറിലിടുന്ന റിം. ആ ടയറിന്റെ അകത്തുണ്ടോ നോക്കടാ കുഞ്ഞാവേ. ഈ ടയറിന്റെ അകത്തുണ്ടോ നോക്കി. അതിനാ നിന്റെ കാമുകി കാണുമോ? അതിൻ്റെ അടിയിലുണ്ടോ? നീ അല്ലല്ലോ ഇവനെ വെച്ച്. ഒന്ന് കയറിക്കേ. നീ ഒന്ന് കയറിക്കേ. സാറ് തള്ളിക്കൊണ്ട് പോകുന്നു. ആ നീ എന്നെ ഉദ്ദേശിച്ചേ? എടാ അത് തന്നെയാടാ സ്റ്റെപ്പിനി. കയറിക്കേ, നോക്കിയേ. സമ്മ സെറ്റായില്ലേ? ഞങ്ങൾക്ക് എന്നോടൊരു കേക്ക് മേടിച്ചോ? എന്നാ മുറിക്കാം. എത്രയുടെ? അയ്യോ, സർപ്രൈസിന് കൊടുക്കാൻ വേണ്ടി വന്നാ കേട്ടോ. എവിടുന്നാ പണി കിട്ടിയേ? ഇവർക്ക് പണി കിട്ടി. എന്നാ അല്ലേ പട്ടാ പകലിപ്പോൾ അതിൽ യാത്ര ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞുള്ള അവസ്ഥ. സാറിനെ വീഡിയോ അയച്ചു തന്നായിരുന്നല്ലോ. ആ കിട്ടി. ഏറിയല്ലടാ, അത് മേടിച്ച് തിരിച്ചേട്ടാ. നിനക്കിത് റൗണ്ട് ആണെങ്കിൽ ഞങ്ങൾക്ക് ഇത് കിണ്ണത്തപ്പോ. ഇറങ്ങ, കേക്ക് മുറിക്കാം. വാ. ഇല്ല. ആ ഇറങ്ങ ഇറങ്ങ ഇറങ്ങ. ഇല്ല
എന്നെ കേട്ടോ ശരിക്കും സംഭവിച്ചേ, ഇവര് ദീപു ചേട്ടൻ സർപ്രൈസ് ആയിട്ട് ഇവൻ വീട്ടിലേക്ക് വരുമായിരുന്നു, ഇവനോട് പോലും പറയാതെ. അതാണ് സർപ്രൈസ്. എങ്ങനെയാ അറിഞ്ഞേ? നീ അത് വീട്ടിൽ പറഞ്ഞില്ലേ? അല്ല, നീ എങ്ങനെയാ അറിഞ്ഞേ? വിളിച്ചിട്ട് പറയാം 18-ാം തീയതി എനിക്കൊരു സർപ്രൈസ് ഉണ്ട്. പിന്നെ നീ കുഞ്ഞാവേ ആ വർത്താനം നീ പറയില്ലേ? അതല്ല അപ്പോ വിളിച്ചിട്ട് 18-ാം തീയതി സർപ്രൈസ് അല്ലല്ല, അതല്ല. നീ എന്നോട് എന്നാ പറഞ്ഞേ? നീ എന്നോട് പറഞ്ഞ അതൊന്നുമല്ല. നീ എന്നോട് പറഞ്ഞ അതിലറിയാതെ എന്നോട് പറഞ്ഞു നീ വണ്ടി നോക്കണം, ഞാൻ 18-ാം തീയതി വരുന്നുണ്ടെന്ന്. ഞാൻ പറഞ്ഞൊന്നുമല്ല, നീ കൂണുതലയും കൊണ്ട് നടന്നോ. ഗൈസ്, ഞങ്ങൾ കേക്ക് പറിക്കാൻ പോവാണ്. 21-ാം തീയതി ലിവിന്റെ ബർത്ത്ഡേ. അതിപ്പോ ഞെട്ടൂരിട്ട് അതിന്റെ ബേക്കിലിട്ടു. എന്തിനാ ഇപ്പൊ തൽക്കാലത്തേക്ക് തള്ളി അങ്ങോട്ട് കയറ്റാം? എടാ കുഞ്ഞാ ഒന്ന് തള്ളിക്കാടാ, നിനക്കല്ല ആരോഗ്യം കൊണ്ട് ഈ വണ്ടി ഒന്ന് തള്ളിക്കാം അങ്ങോട്ട് മേലോട്ട് കയറ്റി. ഏത് നിന്റെയോ? അതിലാ, നീ അങ്ങനെ ഒന്നും പറയല്ലേ. ഇതിലേ കയറ്റി എൻ്റെ സൈഡിൽ കൂടെ. എടാ ഒന്ന് സഹായിക്കാവടാ ദീപിച്ചേട്ടേ, ഒന്ന് സഹായിക്കോ ദീപിച്ചേട്ടെ, ഈ വണ്ടിയുടെ ബേക്കിലും തള്ളാൻ വേണ്ടി. നീ കേറിയിരിക്കും അല്ല വേണ്ട പൊട്ടാ. അടിപൊളി. ഇപ്പൊ അവനെ കൂട്ടി തള്ളേണ്ട അവസ്ഥയായി. എടാ നീ ഇറങ്ങ്. ആ ഓ എന്നിട്ട് എന്നിട്ട് ഇല്ല മാറ്റി കയറും. പിന്നെ ആ അങ്ങെടുത്തോ. നീയല്ലേ ആള്. എനിക്ക് ഷുഗറൊന്നുമില്ല. എടാ നിങ്ങളെ അല്ല പൊണ്ട അങ്ങോട്ട് കയറ്റി ബേക്കോട്ട്. ദീപിച്ചേട്ടാ കയറ്റി ദീപിച്ചേട്ടാ, അവൻ സമ്മതിക്കല. അതിലും വേറൊരു സാധനം ഉണ്ട് പോലും സാറേ, ഇതല്ല പോലും വേറൊരു സാധനം ഉണ്ടെന്ന്. അതിന്റെ പേരെന്നറിയാവോ? എന്നായിരുന്നാ ലിവിന്? ലാംബ്രറ്റ് അല്ല, അല്ലല്ല. എടാ ഇന്നലെ പറഞ്ഞ സാധനം എന്താ? അല്ല, ബേക്ക് നീണ്ടിരിക്കുന്ന ഒരു സാധനം. അല്ലല്ല, ബേക്ക് നീണ്ടിരിക്കുന്ന സാധനം എന്നാ? താറാവല്ല, കൊക്ക്. കുഞ്ഞാവേ, എടാ കാമുകിനെ പിന്നെ വിളിക്ക. നീ തള്ളടാ, ചേട്ടന് മുമ്പിൽ ബഹുമാനം കാണിക്കടാ. പിന്നെ വണ്ടി പഠിക്കാൻ ടയർ പൊട്ടിയിട്ട് പറഞ്ഞ് കരയുന്നത് എന്റെ നോക്കണേ. തള്ളതല്ല എന്റെ കുഞ്ഞാവ്, ഇങ്ങനെ ഊട് കാണിക്കുക. തള്ളടാ കുഞ്ഞാവേ, വെറുതെ കൈ വെച്ചിട്ട് ലിബിനെ തള്ളുവാ. നീ തള്ളടാ കുഞ്ഞാവേ. നല്ല വെയിറ്റാ അല്ലേ? എത്ര കിലോ ഉണ്ടോ അവിടെ? ആരാ എന്നാ പറഞ്ഞേ? നീയോ? എടാ അങ്ങോട്ട് കയറ്റി വെച്ചോ. എടാ അജിലേ അങ്ങോട്ട് കയറ്റി വെച്ചോ. അതിലേ പോവായിരുന്നു. ആ സ്റ്റെപ്പ് വേണം കയറ്റിക്കോ. നിധിയാ മോനെ, നിധി 1997 മോഡലാട്ടോ. ഇനി എടുക്കുന്ന 86. ഇതിനിവിടെ ഏറ് കുറവാട്ടോ സാറേ. ഇതിനിവിടെ ഏറ് കുറവ്. ഇങ്ങോട്ടാണോ വെയിറ്റ്? അങ്ങോട്ട് ഏതാ റിമ്മ് കൊടുക്ക കുഞ്ഞാവേ. അതുകൊണ്ട് മുക്കി അവിടെ അതാ സീറ്റിന്റെ മേളിൽ വെക്ക്. അത്രയല്ലേ ഉള്ളൂ, വേറെ എന്തെങ്കിലും എടുക്കാനുള്ള? ഗൈസ്, അതിലെ ബുദ്ധിമുട്ടായി കാണുവാടാ കേക്ക് മേടിച്ചാല്. അല്ല നിനക്ക് നഷ്ടം വല്ല സംഭവിക്കും. ആ അത് മറ്റേ കണക്ക് പുസ്തകത്തിൽ എഴുതി വെക്കരുത് കേട്ടോ. ആര് പറഞ്ഞു? പിന്നെ ആ എടാ ഇവിടെ ഷുഗർ ഇല്ല, ഷുഗർ മേടിച്ചിട്ട് ഷുഗർ ഇല്ല. എടാ ഞാൻ മധുരം കഴിക്കൂല. നീ പറഞ്ഞില്ലേ? അതുകൊണ്ട് ഞാൻ കേക്ക് വേസ്റ്റ് ആക്കണ കഴിക്കൂല. അതുകൊണ്ട് ഞാൻ ചെറിയ കേക്ക് മേടിച്ചു. നിന്റെ ആത്മാർത്ഥ തന്നെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. നിന്റെ കൂണ് ശ്രദ്ധിക്കണം കേട്ടോ. അതിലെന്ന സാധനം ഇപ്പൊ കാണിച്ചുതരാം. അതിലെന്ന സാധനം ഇത് എന്റെ പൊന്നെ. എന്നോട് 1000 പ്രാവശ്യം ചോദിച്ചത്. എടാ എന്നോട് വിമാനത്താവളത്തിന് 1000 വേണോടാ. എടാ വേണോടാ. ഞാൻ പറഞ്ഞു വേണോ വേണ്ട. വേറെ പെട്ടിക്കാത്ത അന്ന തന്തേ തന്നെ പിടിച്ച് ഇടുക്കി കണ്ടോ. അന്ന് അത് എവിടെ നിന്ന് ഒപ്പിച്ചോണ്ട് വരാമോ പെട്ടെന്ന്. ഗൈസ് പിന്നെ അപ്പ ഇന്നാ ലിവിന്റെ പിറന്നാള് വല്ല അറിയാവോ? അമ്മേ ബാ കേക്ക് മുറിക്കാം. പെരുന്നാളല്ല പിറന്നാള്. എന്നിട്ട് എന്നെ ഒരു പായസം പോലും വെക്കാൻ ഞാൻ മമ്മി അറിഞ്ഞില്ല. ഞാനും മറന്നു. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആരോ ഹാപ്പി ബർത്ത്ഡേ മെസ്സേജ് അയച്ചു. അപ്പൊ ഞാൻ എന്റെ പിറന്നാള്. അപ്പൊ ഞാൻ തന്നെ ഇട്ടു ഹാപ്പി ബർത്ത്ഡേ.
വാ. ഉരുളക്കിഴങ്ങ് കറി തക്കാളി കറി വെച്ചാൽ ശരിക്കും ചോറ് കൊടുത്തു. കേട്ടില്ല ആമേ. ആ കേക്ക് പറയും നീ എന്നെ കാണിക്കുന്നത് ഞാൻ മുറിച്ചു തരാം അതൊന്നും കുഴപ്പമില്ല വാ. വണ്ടിക്ക് പെയിന്റ് അടിക്കുന്നല്ല എന്നിട്ടോ മറന്നുപോയി ഹാപ്പി ബർത്ത്ഡേ ലിബിൻ ഈബിൾ ജെറ്റ് ഓ ആ ഏയ് അവിടെ വിഷയം എല്ലാ കൊല്ലം എല്ലാരും പിറന്നാളിന്റെ മൈക്കിളല്ലേ മുറിക്കുന്നത്. എന്നാ മുറിക്കാം ഒരു ചെറിയ ഫോട്ടോ എടുത്താടാ സ്റ്റോറിയുടെ ഞാൻ തൂത്തിട്ട് ഒരു ചെറിയ അവിടെ വിഷയം എല്ലാരും എണീറ്റിരിക്കുക പാട്ട് പാടാം. ജന്മദിനം ആശംസ കുട്ടിക്ക്. മൈക്കിള് പിന്നെ ആലമ്പുണ്ടാക്കും അവിടെ ഇരുന്നോ, എല്ലാരും ഇരുന്നോ. ഇരിക്കുന്നതിനാ എണീറ്റിട്ടല്ലേ അത് മുറിക്കുന്നത് അപ്പൊ വട്ടത്തിൽ ഞാൻ ക്യാമറ പിടിക്കും. ഇങ്ങോട്ട് വാ എല്ലാരും ഇങ്ങോട്ട് വാ എല്ലാരും അമ്മ ഇങ്ങോട്ട് വാ മുറിക്കുമല്ലേ മുറിക്കട്ടെ. അവിടെ ഫോട്ടോ എടുക്കണേ ഹാപ്പി ബർത്ത്ഡേ ഇങ്ങനെ ഇങ്ങനെ എടുക്കണ മോഡനല്ല ഫൈനലി കേക്ക് മുറിച്ചു. എത്ര വയസ്സായി ലിവി? 30 വെറുതെ നീ പറഞ്ഞു 28 വയസ്സ് കഴിഞ്ഞ് 29ലേക്ക് കടന്നു 28 വയസ്സ് പൂർത്തിയായി. 28 വയസ്സ് തുടങ്ങി. അപ്പൻ അതേ സ്വഭാവം കുറച്ച് പറയുക ചെറിയ സാറ് ഇതൊന്നല്ല കേട്ടോ സാറ് വീഡിയോക്ക് വേണ്ടിയുള്ള ഇതാ എല്ലാരും കെട്ടി നമ്മളെ കൊടുത്തില്ല നിങ്ങൾ കെട്ടി ഇനി ഇവനൊക്കെ കെട്ടാണല്ലോ എനിക്ക് അത്ര വേണ്ടോ എനിക്ക് ഇച്ചിരി മതി നിങ്ങൾ എടുത്തോ അജില ഞാൻ ക്യാമറ വിളിക്കാം സാർ എടുത്തു ഒരു മിനിറ്റ് അതിനാടാ ഞാൻ എടുത്തു തിന്നുള്ളന്ന് അപ്പൊ തന്തക്കുള്ള കൊണ്ട് കൊടുക്കണ ഇല്ല എന്നെ ഇവിടെ ഇരുത്തൂലേ മെഴുകുതിരി അടി മൈക്കിളിനെ ഒന്ന് കാണിച്ചേ അവരാമി മൈക്കിളിന് ഒരു കേക്ക് മേടിച്ചു കൊടുക്ക്. പൊട്ടിക്കല്ലേ പൊട്ടിക്കല്ലേ അപ്പൊ എന്റെ വാച്ച അതിന്റെ ഉള്ളിൽ പാമ്പുണ്ടോ? അപ്പൻ്റെ വാച്ച് അവൻ്റെ ഉണ്ടാവും കൊണ്ടുതരും. ഗൈസ് ഇത് അജില് മേടിച്ചെന്ന വാച്ചാണ്. ഞാൻ അവനോട് പ്രത്യേകം പറഞ്ഞ് കാൽക്കുലേറ്റർ വാച്ച് മേടിച്ച ഇതങ്ങനെ നമ്മളിവിടെ കിട്ടത്തില്ല കേട്ടോ. ഇതിന് എത്രയാടാ 6-7 കേട്ടോ ഈ സാധനത്തിൻ്റെ വില. ഇതങ്ങനെ കിട്ടാൻ ഭയങ്കര പാടാ. സ്വന്തം അനിയന് പോലും മേടിച്ചു കൊടുത്തു, പക്ഷെ കൂട്ടുകാരൻ മേടിച്ചു തന്നു. നിനക്ക് വിഷമമൊന്നുമില്ലല്ലോടാ? ആ ഗൈസ് അതായത് നിനക്ക് വിഷമമൊന്നുമില്ലല്ലോ കൂട്ടുകാരൻ മേടിച്ചു തന്നേല്? ആര് പറഞ്ഞു ഇതല്ല അപ്പന് ഞാൻ തന്നാ? എൻജോടെ അറിയത്തില്ലാത്തോണ്ട് കണക്കോട്ട് ഇച്ചിരി അയ്യോ ഈ വാച്ചിന്റെ പ്രത്യേകത പറയാൻ മറന്നു. ഇത് കാൽക്കുലേറ്റർ ഉള്ള വാച്ചാണ്. ഇത് നോക്കിയേ, ഒന്ന് നോക്കൂ. ഇതാണ് ഈ വാച്ചിന്റെ പ്രത്യേകത. പക്ഷെ ഇത് ഇതാന്ന് പറഞ്ഞോടാ, മറ്റേ എപ്പോഴും ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പാന്ന് പറഞ്ഞോ? ആണോ? 2 വർഷം വാറന്റിയുണ്ട്. ഇതും കൂടെ കൂടി 7ാമത് പ്രാവശ്യം നീ പറയുന്നത്. ലിവിനോട് ഇവൻ വേണമെന്ന് ചോദിച്ചാൽ വേണ്ടാന്ന് പറഞ്ഞു. ഇത്ര നാൾ സർവീസിലായിരുന്നു, റിട്ടേൺ ലൈഫിലേക്ക് വിടാൻ പോവാ. ഇത് കൊള്ളൂല, ഓടൂല, വേണ്ട ഓടൂല. ഗൈസ് ഇനി ഇതാണ് കേട്ടുന്നത്. ഇനിയും വൈകുന്നേരം ഇപ്പൊ സമയം ഇപ്പൊ എത്ര സാറേ? 3:38. ആ അപ്പൊ ചീട്ടിട്ടിട്ട് പോവാ. നേരത്തെ പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നാളെ പോവാ, ഞാൻ അവനെ വിളിക്കട്ടെ. നാളെ നമുക്ക് പോകൂല, കോഴിക്കോട് പോലെ. ഇവനെ കൂട്ടണ്ട, കോഴിക്കോട് SSIT മേടിക്കാൻ വേണ്ടി. അമ്മ പറഞ്ഞു കേട്ടോ, ഇത്രയും നാൾ അവനെല്ലാം ഉണ്ടായിരുന്നുള്ളൂ. അതിനാ ഒന്ന് ഞാനും കുഞ്ഞാവും കൂടെ പൊക്കോളാം. നിങ്ങൾ പോക്കോ? ഇവനോട് പോവാ എന്നാ അന്നൊക്കെ ഓക്കെ. ഞങ്ങൾ 3 പേര് പോവാ. ഞങ്ങൾ 4 പേരും കൂടെ പോയി നാളെ SSIT എടുത്തിട്ട് വരാം. ഞാനും ലിവിനും ജോസ്മി സാറും ദീപിച്ചാനും SSIT എടുത്തു. SSIT എന്ന് പറഞ്ഞൊരു സ്വർണ്ണമാലയാ. അത് നീ പോയാൽ മതി. നമ്മുടെ തറവാട്ടിൽ അങ്ങനത്തെ പരിപാടിയില്ല, മറ്റേ പരിപാടിയാ. അത് നമ്മളെ അപ്പനപ്പം പോലായിട്ട് ആ പരിപാടിക്ക് പോയില്ല. അപ്പാ
അപ്പം വേണമെങ്കിൽ കേട്ടോ സംഭവം പാളി. നീ വേഗം പോയിട്ട് വാ, സാധനം കൊണ്ട് വാ. നീ തന്നല്ലേ പിന്നെ എന്നെ പിടിച്ചിരിക്കൂന്ന്. നീ സാധനം കൊണ്ടുവരെ. അപ്പൊ നിനക്ക് ചെടി വരുത്താനാന്ന് പറഞ്ഞില്ലേടാ, കൊടുക്കടാ. ഓണമായിട്ട് ഓണാശംസ പറയാം. ഓണമായിട്ട് അപ്പം നമുക്ക്